യൂട്യൂബ് ചാനൽ നമ്മുടെ ഇതിലിടും കേട്ടോ, ഗ്രൂപ്പിലിടും, സാർ ഇടും. ഓക്കെ ഓക്കെ, അതെല്ലാം സാർ ഇടും. ഓക്കെ സാർ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇന്ന് നമ്മുടെ നേരെ നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകണം. എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? ഓക്കെ, വിഷ്വലൈസേഷൻ ഞാൻ ചോദിച്ചിരുന്നേ, ഷംനാദ് മുനീർ ഓക്കെ ആയാ? ഇല്ല സാറേ, കുളിച്ചിട്ട് കയറിയിട്ട് 5 മിനിറ്റ് കൂടെ. എത്ര സമയം പിടിക്കും? ഒരു 5 മിനിറ്റ്സ്. 5 മിനിറ്റ്. ഓക്കെ, അപ്പൊ വിഷ്വലൈസേഷൻ ഷംനാദ് ആണ് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ഇന്ന് നമ്മൾ അത് ചെയ്യുന്നു. അതിന്റെ മുന്നോടിയായിട്ട് അതിന്റെ തിയറി പറയാം. മാക്സിമം എല്ലാവരും ഒന്ന് കഴിയാവുന്ന എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, ക്യാമറ ഓൺ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോ വിഷ്വലൈസേഷനെ കുറിച്ചാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ വിഷ്വലൈസേഷൻ തരുന്നതിന്റെ മുമ്പേ അതിൽ മ്യൂസിക് ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഞാൻ അതില് നിങ്ങളുടെ ബാല്യകാലങ്ങളിലേക്ക് നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നത്. അതായത് നമ്മൾ പുതിയത് പ്രാക്ടിക്കൽ അടിക്കുന്നതിന്റെ മുമ്പേ നമ്മളെ ബാല്യകാലങ്ങൾ, കഴിഞ്ഞു പോയ കാലങ്ങളും നമുക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അവിടുന്നാണ് നമ്മളുടെ ഈ പ്രാക്ടിക്കൽ ഇപ്പോ ഉള്ള ഈ അവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ടത്. ഇപ്പോഴുള്ള നമ്മുടെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ടത് എന്ന് വെച്ചാല് അപ്പോഴാണ് നമ്മൾക്ക് ഇപ്പോഴുള്ള കാര്യങ്ങൾ വിഷ്വൽ ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് ചില ആളുകൾ പറയുന്നുണ്ട് വിഷ്വൽ ചെയ്യാൻ കഴിയുന്നില്ല, വിഷ്വൽസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോ ആ വിഷ്വൽസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ബാല്യകാലങ്ങളിൽ നമ്മുടെ ഒരുപാട് ഓർമ്മകള് അതിലേക്ക് പോയിട്ട് വിഷ്വലൈസേഷൻ നമ്മൾ അത് ക്ലിയർ ആക്കും. എന്നിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ വിഷ്വൽ ചെയ്ത് തുടങ്ങും, പുതിയ കാര്യങ്ങൾ. അപ്പോ നമ്മള് ഈ ഇതിലേക്ക് പോകുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്, ലോ ഓഫ് അട്രാക്ഷൻ മെഡിറ്റേഷനിലേക്ക് നമ്മൾ പോകുന്നതിന്റെ മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മള് സാധാ മെഡിറ്റേഷനിലേക്ക് പോകുന്ന പോലെ തന്നെ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക. ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ചിട്ട് സ്തംഭനാവസ്ഥ, ബ്രീത്തിങ്. സാധാ മെഡിറ്റേഷനിൽ ഇങ്ങനെയൊന്നും കാണില്ല. മുമ്പ് മെഡിറ്റേഷൻ ചെയ്ത ആരുണ്ടെങ്കിലും ഈ അവര് ബ്രീത്തിങ്ങിലോ സ്തംഭനാവസ്ഥ നേരെ കണ്ണടച്ചിട്ട് നമ്മൾക്ക് സജഷൻസ് തരികയായിരിക്കും. ഓക്കെ, മ്യൂസിക് ഒക്കെ അങ്ങനെയായിരിക്കും. അതൊന്നും നിങ്ങൾക്ക് ഒന്നും കൂടി എഫക്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പിന്നീട് നമ്മൾ ഇതിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നാം തരുന്ന സജഷൻ അനുസരിച്ച് നമ്മുടെ ഓരോരോ ഭാഗങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് കൊണ്ടുവരും. നിങ്ങളുടെ മൈൻഡ് മുഴുവൻ അതിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് നാം പറയുന്നതിൽ മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ ആ കൺട്രോളിൽ വരും. 4 സ്റ്റേജുകളാണ് മെഡിറ്റേഷൻ ഉള്ളത്. ഒന്ന് ലൈറ്റ് സ്റ്റാൻഡ് സ്റ്റേജ്, നോർമൽ സ്റ്റാൻഡ് സ്റ്റേജ്, 3 സോനാബറ്റിക് സ്റ്റേജ്, ഹൈ സ്റ്റാൻഡ് സ്റ്റേജ്. നമ്മൾ ഗാഠനിദ്ര അതിൽ ഒന്ന് ലൈറ്റ്, നമ്മളെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഉറക്കത്തിന്റെ ഒരു ഇത്. ശരിക്കും എല്ലാവരും പറയും ഗാഠനിദ്ര, ഇതിലൊരു ഉറക്കല്ല സംഭവിക്കുന്നത്. നമ്മുടെ 4 മൈൻഡ് ഉണ്ട്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ക്രിട്ടിക്കൽ മൈൻഡ്. പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ അതിലേക്ക് എത്തുന്ന ആ സമയം, അപ്പോഴാണ് നമുക്കൊരു മയക്കം ഫീൽ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്താ വെച്ചാൽ, ഈ 4 ഇതിലൂടെ മനുഷ്യൻ കടന്നു പോകും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് അനുഭവപ്പെടും. ലൈറ്റ് സ്റ്റാൻഡ് സ്റ്റേറ്റ് ഉള്ളവർക്കാണ് മറ്റു ചിന്തകളൊക്കെ കടന്നു വരിക. നോർമൽ സ്റ്റാൻഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ഒന്നും കൂടി നമ്മൾ കറക്റ്റ് വിഷ്വൽസ് ഇതാവാൻ പറ്റും. കറക്റ്റ് ഇതിന്റെ മെയിൻ പോയിന്റ് ആണ് സോനാബറ്റിക് സ്റ്റേജ് എന്ന് പറയും. സോനാബറ്റിക് സ്റ്റേജ് നമ്മൾ പഠിക്കേണ്ട സോനാബറ്റിക് സ്റ്റേജ് എന്ന് പറയും. ഇനി ഹൈ സ്റ്റാൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസത്തിലേക്ക് അയാളെ കുത്തിയാലും അറിയില്ല, തൊട്ടാലും അറിയില്ല, ഒന്നും അറിയില്ല. ഈ സ്റ്റാൻഡ് സ്റ്റേജ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഞാൻ അതിന്റെ വിഷ്വൽസ് കാണിച്ചു തരാം. കാരണം ആ വിഷ്വൽസ് ഇതില് റെക്കോർഡിങ് ആയത് കാരണം ഞാൻ ഇതിൽ ഇടുന്നില്ല. കാരണം അത് പുറത്തു പോകാൻ പറ്റാത്തൊരു വീഡിയോ ആണ്. ഓക്കെ, മുമ്പ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ വീഡിയോ നമ്മൾ യൂട്യൂബിലോ ഇതിലോ പോകാൻ പാടില്ല. കാരണം ഈ TV ചാനലിൽ ഞങ്ങൾ മാത്രമാണ് അങ്ങനെ ഒരു വീഡിയോ പുറത്ത് ചെയ്തിട്ടുള്ളത് ലൈവില്. കാരണം എന്താ വെച്ചാൽ അത്ര ഇത് ഒരു ഡേഞ്ചറസ് ഇതാണ്. കാരണം ആ സ്റ്റാൻഡ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാളുടെ കൈ വെട്ടി മാറ്റിയാൽ പോലും അറിയില്ല. അത്ര ഇതാ. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് നമ്മുടെ ഇതിലൊന്ന് കാണിച്ചു തരാം. അതല്ലെങ്കിൽ അടുത്ത ക്ലാസ് ഞാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് മോട്ടിവേഷൻ ക്ലാസ് ഇട്ടില്ലേ,
റെക്കോർഡിംഗ് ഇടാതെ അതേപോലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്രയും അധികം സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, ഇതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കൗണ്ടിൽ തരുന്നതിനനുസരിച്ച് കൗണ്ടിൽ പോയി അതിൽ കണ്ടന്റ് വരും, അതുപോലെ തന്നെ നമ്മൾ കീപ്പ് ഇട്ടണം. ഓക്കെ, ഇന്നലെ ചെയ്ത പോലെ. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലേ? ഞാൻ തിയറി വളരെ ഫാസ്റ്റിൽ കുറച്ച് കൊണ്ടുവരും കേട്ടോ. ഞാൻ ഭയങ്കര ഫാസ്റ്റാണ്, എനിക്ക് തന്നെ അറിയാം. അതെന്തിനു വേണ്ടിയിട്ട് അറിയാം, ഞാൻ കുറച്ച് സമയം നിങ്ങൾക്ക് കൂടുതൽ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഒരു കസാല ഇരുന്ന് കഴിഞ്ഞാൽ അതുമേ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റണം. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റണം. ഓക്കെ, ഒന്നല്ലെങ്കിൽ മാക്സിമം നിവർന്ന് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബെറ്റർ, അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോ ഇതായിട്ട് ഇനി ആരെങ്കിലും അടുത്ത് സോഫ സെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിടന്നോളൂ, കിടക്കും ചെയ്യാം. ഓക്കെ, ഞാൻ ഉണർത്ത് വരും പറഞ്ഞിട്ട് ഈ ക്ലാസ് കഴിഞ്ഞ് ചില ആളുകൾ ഉറങ്ങിപ്പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഉറങ്ങിപ്പോവല് നമ്മുടെ ഇതിലല്ല, നാം കൊണ്ടുപോവുകയും വരികയും. ഇനി ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? എല്ലാരും ഓക്കെ ആണല്ലോ? മാക്സിമം എല്ലാവരും ക്യാമറ ഓൺ ചെയ്താൽ എന്താ അറിയും, നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ തിയറി ക്ലാസ് കേൾക്കുന്ന പോലെയല്ല. തിയറി ക്ലാസ്സിൽ നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്താലും കേൾക്കാൻ പറ്റും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഇരുത്ത് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ വന്നിട്ടുണ്ടോ, നിങ്ങളുടെ സ്റ്റേജ് എങ്ങനെയാണ് ഒക്കെ എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഏതായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, ജാസ്മിനൊക്കെ ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ എങ്ങനെ, നമ്മൾ ബ്രീത്തിങ്ങിലൂടെ പോലെ ഉണ്ടോ? നിങ്ങളെ മുമ്പ് ചെയ്ത രേഷ്മ, ജാസ്മിൻ ഒക്കെ മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ള ആളുകളാ പറഞ്ഞു. ഓക്കെ, ഏതായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സെക്ഷൻസ് നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ആദ്യം എല്ലാരും ഓക്കെ ആണല്ലോ? അശ്വിനി ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? അവിടെ ഇല്ലേ? കേൾക്കാണ്ട് ഇല്ലേ? ഓക്കെ ഓക്കെ, റെസ്പോൺസ് ചെയ്തു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ അശ്വിനി അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ 3 തവണ ഹൈ സ്പീഡ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാലും നമ്മുടെ ശ്രദ്ധയെ ഇത് കൊണ്ടുവരാനും നമ്മുടെ ശരീരത്തിലെ എനർജറ്റിക് ആയ ശേഷം മെഡിറ്റേഷനിലേക്ക് പോകണം. മെഡിറ്റേഷന്റെ ഈ മുമ്പ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് വരേണ്ടത്. അത് ഞാൻ ചോദിക്കാൻ പറ്റിയായിരുന്നു. ഇന്നലെ എനിക്ക് ഭയങ്കര ദാഹം വന്നു ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ആ ഒരു അങ്ങനെ ഒരു ഇത് വരുമോ? അങ്ങനെ ഒരു നിയമമുണ്ട്. അതുപോലെ തന്നെ 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം. കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ നമ്മൾക്ക് സെക്ഷനിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് ഞാൻ തരാം. ഓക്കെ, വീട്ടിലാണെങ്കിൽ ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരാൻ. കാരണം എന്താ വെച്ചാൽ ഉള്ളത് നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യുന്നത്. അപ്പൊ ഉള്ളത് കറക്റ്റായിട്ട് ക്യാമറ ഓഫ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ പോയിട്ട് വെള്ളം കുടിച്ചു വന്നാല് എല്ലാവരും ഓക്കെ ആയാലും വന്നിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് എത്തി എന്നുള്ളത് ഹാജർ പറയണം. എല്ലാവരും മുന്നിലും അധികം വെള്ളമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് വരിക കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യട്ടെ. വെള്ളം കുടിക്കാനുള്ള സമയം വേണം. നിങ്ങൾ അവിടുന്ന് എണീച്ച് പോണമെന്നില്ല. നിങ്ങൾ വീട്ടിലേക്ക് ആണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആജ്ഞാപിച്ചാൽ മതി, അപ്പൊ അവർ കൊടുന്നു തരും. ഓക്കെ, അപ്പൊ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ. അപ്പൊ ഇനി എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട്. ഓക്കെ ആണല്ലോ? അപ്പോ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് റെഡി ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യാണ്. നെക്സ്റ്റ് വൺ ഹൈ സ്പീഡ് ബ്രീത്തിങ്. ഈ ബ്രീത്തിങ്ങിന്റെ ഇതെന്താ അറിയോ, നിങ്ങൾ ക്ഷീണിക്കണം. എത്ര വലിയവരാണെങ്കിലും നിങ്ങൾ ക്ഷീണിക്കണം. ക്ഷീണിച്ചില്ലെങ്കിൽ ഇത് ഓക്കെ അല്ല. ഓക്കെ, നിങ്ങൾ ഓക്കെ അല്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോ ഹൈ സ്പീഡ് ബ്രീത്തിങ്. ഞാൻ സ്റ്റോപ്പ് പറയുന്നവരെ റെഡി, സ്റ്റാർട്ട്. മാക്സിമം
ഓക്കെ, മാക്സിമം സ്റ്റാർട്ട് ചെയ്യാം. 1 മാക്സിമം 1 2 3 4 മാക്സിമം ഹൈ സ്പീഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9. ഇനി കണ്ണടച്ചിരിക്കുക. ഈ നിമിഷം നിങ്ങളുടെ മൂർത്താവില് ശ്രദ്ധിക്കുക. നമ്മളെ മൂർത്താവില് തലയുടെ മധ്യഭാഗത്തായിട്ട് നമുക്കൊരു കൂളിംഗ് വരുന്നതായിട്ട് മൈൻഡിൽ കാണാം. വീണ്ടും നിങ്ങൾ വായ അടച്ചിട്ട് ബ്രീത്തിങ് ചെയ്യാം. ഓക്കെ, വീണ്ടും സ്റ്റാർട്ട്. 1 2 3 4 5 ബ്രീത്തിങ്. 6 7 8 9 10 1 2 3 4 5 റിലാക്സ്. ഒന്ന് കണ്ണടക്കാം. നമ്മുടെ മൂർത്താവിൽ ശ്രദ്ധിക്കാം. നമ്മുടെ ശരീരത്തിന്റെ വിശ്രമാവസ്ഥ ശ്രദ്ധിക്കുക. വീണ്ടും ഫാസ്റ്റ്. 1 മാക്സിമം 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ്. അശ്വിനി, കഴിയുമെങ്കിൽ ക്യാമറ ഓൺ ചെയ്യും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിയണേ എനിക്ക്. കാരണം ക്യാമറ, പല ആളുകളുണ്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് ചിലപ്പോൾ അടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ പോയി. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാനാ. ഓക്കെ, നെക്സ്റ്റ് ഇനി സ്തംഭന അവസ്ഥ കേട്ടോ. ഉള്ളിലോട്ട് ശ്വാസം എടുക്കാം. മാക്സിമം ഉള്ളിലോട്ട് ശ്വാസം എടുക്കുക. 1 ശ്വാസം പിടിച്ച് നിൽക്കുക. ഞാൻ പറയാതെ ശ്വാസം ഔട്ട് ചെയ്യരുത്. ആ സമയത്ത് പുറത്തുനിന്ന് വരുന്ന എന്ത് ചിന്തകളാണോ നിങ്ങൾ എന്തിനെ കുറിച്ച് ആലോചിക്കുക, മറ്റു ചിന്തകളെ കൺട്രോൾ ആവണമെന്നില്ലേ നിൽക്കുക. എത്ര സമയം ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റും അത്രയും സമയം ശ്വാസം വിടണം തോന്നിയ ഒറ്റയടിക്ക് വിടുകയും ചെയ്യും. ഓക്കെ, മാക്സിമം സമയം സ്തംഭനാവസ്ഥ പ്രാക്ടീസ് ചെയ്തു. ഇനി ശ്വാസം ഒന്ന് ഔട്ട് ചെയ്തേ. ഹാ. ഓക്കെ, റിലാക്സ്ഡ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് പിടിച്ച് 1 2 മുഷ്ടി കൈയൊക്കെ കൂട്ടിപ്പിടിക്കുക. മാക്സിമം സമയം ശ്വാസം ഉള്ളിലേക്ക് പിടിക്കുക. എത്ര സമയം ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റും അത്രയും സമയം പിടിച്ചു നിൽക്കുക. ഔട്ട് ചെയ്തേ. ഹാ. 2 തവണയായി. മൂന്നാമത്തെ തവണ നമ്മൾ ഇന്നലെ ചുണ്ടിലൂടെ വിട്ടെങ്കിൽ ഇന്ന് മൂക്കിലൂടെ മാത്രം ശ്വാസം വിടണം. ഓക്കെ, ദീർഘശ്വാസം ഉള്ളിലേക്ക് പിടിച്ചെന്നോളൂ. ദീർഘശ്വാസം ഉള്ളിലേക്ക് പിടിച്ചിരിക്കുക. ശ്വാസം പിടിച്ചെന്നോളൂ. എത്ര സമയം പിടിച്ചേക്കാൻ പറ്റും അത്രയും സമയം. ഇനി വളരെ സാവകാശത്തിൽ മൂക്കിലൂടെ ശ്വാസം ഔട്ട് ചെയ്തേ. ഓക്കെ, റിലാക്സ്. നമ്മൾ മെഡിറ്റേഷന് തയ്യാറാവണം. നിങ്ങൾ കംഫർട്ടായ രൂപത്തിൽ ഇരിക്കുക. ഓക്കെ, ഇന്നലെ നമ്മളൊരു 10 മിനിറ്റ് ആണെങ്കിൽ ഇന്ന് ഒരു 20 മിനിറ്റ് എങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് എങ്ങനെ വിഷ്വൽ ചെയ്യാം, അതാണ് ഇന്നത്തെ മെഡിറ്റേഷന്റെ പ്രാധാന്യം. ഓക്കെ, നിവർന്നിരിക്കുക. നിവർന്ന ശേഷം നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തോട്ട് മാത്രം നോക്കുക. മൂക്കിന്റെ തുമ്പത്തോട്ട് മാത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കഴപ്പ് അനുഭവപ്പെടും. കൺപോളകളിൽ നല്ല ഭാരം അനുഭവപ്പെടും. ഇപ്പൊ കൺപോളകളിലൊക്കെ നല്ല ഭാരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണുകൾക്ക് നല്ല കഴപ്പ് അനുഭവപ്പെടുന്നുണ്ട്, ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട്. കണ്ണുകൾ അടയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകളെ വളരെ സാവകാശത്തിൽ പൂർണ്ണമായിട്ട് ചിമ്പുക. കണ്ണിനെ പൂർണ്ണമായിട്ട് ചിമ്പിയ ശേഷം നിങ്ങൾ നിങ്ങളുടെ
ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസോച്ഛ്വാസത്തിന്റെ അത്ഭുതകരമായ പ്രതിഭാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇനി എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കൂ, മറ്റെല്ലാ ശബ്ദങ്ങളെയും അവോയ്ഡ് ചെയ്യും. പുറത്തുനിന്ന് കേൾക്കുന്ന ഓരോരോ ശബ്ദവും നിങ്ങൾ ഗാഢമായ ഒരു നിദ്രയിലേക്ക്, ഒരു ഉറക്കത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഒരു ചിന്തയെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. എല്ലാ ചിന്തകളും ഊർജമാണ്, എനർജിയാണ്. ഒരു ചിന്തയും നിയന്ത്രിക്കേണ്ടതില്ല. ചിന്തകൾ യഥേഷ്ടം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കട്ടെ. റിലാക്സ്. നാം നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ വലതുകാലിലേക്ക് കൊണ്ടുപോവുകയാണ്. വലതുകാലിൻ്റെ പെരുവിരൽ മുതൽ നെരിയാണി വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ആവുകയാണ്. ആ റിലാക്സേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്. കൂടുതലായി റിലാക്സ് ആവുന്നു. പൂർണ്ണമായി റിലാക്സ് ആയി കഴിഞ്ഞു. റിലാക്സ്. ഈ വിശ്രമാവസ്ഥ നിങ്ങളുടെ കാലിൻ്റെ നെരിയാണി മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങളിലേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാലിൻ്റെ നെരിയാണി മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ആവുകയാണ്. കൂടുതലായി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി റിലാക്സ് ആയി കഴിഞ്ഞു. റിലാക്സ്. ഈ വിശ്രമാവസ്ഥ നമ്മളുടെ കാലിൻ്റെ മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ശരീരഭാഗം മുഴുവനായും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലിൻ്റെ മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ശരീരഭാഗം മുഴുവനായും റിലാക്സ് ആവുകയാണ്. കൂടുതലായി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും റിലാക്സ് ആയി കഴിഞ്ഞു. ഈ വിശ്രമാവസ്ഥ നമ്മളുടെ ഇടതുകാലിലേക്ക് അനുഭവപ്പെടുന്നു. ഇടതുകാലിൻ്റെ പെരുവിരൽ മുതൽ നെരിയാണി വരെയുള്ള ശരീരഭാഗം മുഴുവനായും റിലാക്സ് ആവുകയാണ്. കൂടുതലായി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി റിലാക്സ് ആയി കഴിഞ്ഞു. ഈ വിശ്രമാവസ്ഥ നമ്മളുടെ കാലിൻ്റെ നെരിയാണി മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങളിലേക്ക് അനുഭവപ്പെടുന്നു. കാലിൻ്റെ നെരിയാണി മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ആവുകയാണ്. കൂടുതലായി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി റിലാക്സ് ആയി കഴിഞ്ഞു. ഈ വിശ്രമാവസ്ഥ നമ്മളുടെ കാലിൻ്റെ മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങളിലേക്ക് അനുഭവപ്പെടുന്നു. കാലിൻ്റെ മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ആവുകയാണ്. കൂടുതലായി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി റിലാക്സ് ആയി കഴിഞ്ഞു. റിലാക്സ്. ഈ വിശ്രമാവസ്ഥ നമ്മുടെ അരക്കെട്ട് മുതൽ മൂർധാവ് വരെയുള്ള ഭാഗങ്ങളിലേക്ക് അനുഭവപ്പെടുന്നു. അരക്കെട്ട് മുതൽ മൂർധാവ് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ആവുകയാണ്. കൂടുതലായി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി റിലാക്സ് ആയി കഴിഞ്ഞു. റിലാക്സ്. ഈ വിശ്രമാവസ്ഥ നിങ്ങളുടെ വലതു കൈയിലേക്ക് അനുഭവപ്പെടുന്നു. വലതു കൈയിൻ്റെ വിരലുകൾ മുതൽ തോള് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ആവുകയാണ്. കൂടുതലായി റിലാക്സ് ആവുന്നു. പൂർണ്ണമായി റിലാക്സ് ആയി കഴിഞ്ഞു. റിലാക്സ്. ഈ വിശ്രമാവസ്ഥ നിങ്ങളുടെ ഇടതു കൈയിലേക്ക് അനുഭവപ്പെടുന്നു. ഇടതു കൈയിൻ്റെ വിരലുകൾ മുതൽ തോള് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ആവുകയാണ്. കൂടുതലായി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും റിലാക്സ് ആയി കഴിഞ്ഞു. റിലാക്സ്. ഈ നിമിഷം ചെയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശരീരഭാഗം മുഴുവനായും റിലാക്സ് ആവും. കൂടുതലായി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
പൂർണ്ണമായ റിലാക്സ് ആയി കഴിഞ്ഞു. റിലാക്സ്. ഈ നിമിഷം 10 മുതൽ കീപ്പിട്ടുണ്ടെന്ന് ഓരോരോ കൗണ്ട് കീപ്പിട്ടുണ്ടും തോറും നാം നിങ്ങളെ കാട്ടമായ ഒരു നിദ്രയിലേക്ക്, ഒരു വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. 0 എന്നൊരു സംഖ്യ എത്തുമ്പോൾ പൂർണ്ണമായ ഒരു നിദ്രയിലായിരിക്കും, ഒരു വിശ്രമാവസ്ഥയിലായിരിക്കും. റിലാക്സ്. 9 നാം നിങ്ങളെ സാധാ നിദ്രയിലേക്ക് കൊണ്ടുപോകാണ്. 8 ഈ നിമിഷം നിങ്ങൾ ശാന്തമായി ഉറങ്ങുകയാണ്. നിങ്ങൾ ഉറങ്ങുകയാണ്, ശാന്തമായി ഉറങ്ങുന്നു. 7 എന്ന കൗണ്ട് എത്തുമ്പോൾ നമ്മുടെ കണ്ണുകളെല്ലാം അടഞ്ഞ് വരികയാണ്. കണ്ണുകളൊക്കെ ചിമ്പി വന്ന് ജീവിതത്തിൽ ഇന്നുവരെ ഇത്ര മനോഹരമായി നിങ്ങൾ ഉറങ്ങിയിട്ടേയില്ല. അത്രയും വലിയ ഒരു ഗാഠനിദ്രയിലേക്ക്, ഒരു ഉറക്കത്തിലേക്ക് നാം നിങ്ങളെ കൊണ്ടുപോകുന്നു. റിലാക്സ്. 6 നിങ്ങളുടെ വിശ്രമാവസ്ഥയുടെ ആഴം കൂടി വരികയാണ്. 5 എന്ന കൗണ്ട് എത്തുമ്പോൾ നാം നിങ്ങളെ വിശ്രമാവസ്ഥയിൽ നിന്ന് വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. റിലാക്സ്. 4 എന്ന കൗണ്ട് എത്തുമ്പോൾ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത നല്ല സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ചും കൊണ്ട് നാം നിങ്ങളെ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. റിലാക്സ്. 3 മനസ്സിന്റെ ആഴം കൂടി വരികയാണ്. ജീവിതത്തില് നിങ്ങൾ ഇന്നുവരെ എത്താത്ത മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നാം നിങ്ങളെ കൊണ്ടുപോകുന്നു. റിലാക്സ്. 2 എന്ന കൗണ്ട് എത്തുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. 1 എന്ന കൗണ്ട് എത്തുമ്പോൾ പൂർണ്ണമായ വിശ്രമാവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. 0 പൂർണ്ണമായ ഗാഠനിദ്രയിലേക്ക്, വിശ്രമാവസ്ഥയിലേക്ക് ഈ നിമിഷം നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. റിലാക്സ്. ഈ നിമിഷം ശരീരത്തിന്റെ ഭാരമൊക്കെ കുറഞ്ഞു വരികയാണ്. ശരീരത്തിന്റെ ഭാരമൊക്കെ കുറഞ്ഞു വന്ന് ഇതാ ഒരു പഞ്ഞിക്കെട്ടിനോട് തുല്യമായിരിക്കുകയാണ്. മനസ്സിൻ്റെതായ ഭാരവും ശരീരത്തിൻ്റെതായ ഭാരമൊക്കെ കുറഞ്ഞു വരികയാണ്. ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു വന്ന് ഇതാ ഒരു പഞ്ഞിക്കെട്ടിനോട് തുല്യമായിരിക്കുകയാണ്. ശരീരത്തിന്റെ ഭാരമൊക്കെ കുറഞ്ഞ് ഒരു പഞ്ഞിക്കെട്ടിനോട് തുല്യമായിരിക്കുന്നു. ഒരു പഞ്ഞിക്കെട്ടിനോട് തുല്യമായിരിക്കുകയാണ്. ശരീരത്തിന്റെ ഭാരമൊക്കെ കുറയണം. ഇപ്പൊ നമ്മൾക്ക് ശാന്തമായി സഞ്ചരിക്കുന്ന ഒരു നദിയുടെ ശബ്ദം, ഒരു മണിയടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ ശബ്ദം നിങ്ങളെ വിശ്രമാവസ്ഥയിൽ നിന്ന് വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോവാണ്. ശാന്തമായ ആ ശബ്ദം നിങ്ങളെ വിശ്രമാവസ്ഥയിൽ നിന്ന് വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷയെ കുറിച്ചുള്ള അതിമനോഹരമായ ഒരു സ്വപ്നത്തിലേക്ക് നാം നിങ്ങളെ കൊണ്ടുപോവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്നത്തിലൂടെ നാം നിങ്ങളെ കൊണ്ടുപോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്നത്തിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകണം. നിങ്ങളിപ്പോൾ ശാന്തമായി സഞ്ചരിക്കുന്ന ആ നദിയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നാം നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ കൊണ്ടുപോവാണ്. നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളിലൂടെ കടന്നു പോവാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമാണ്.
ഇപ്പോൾ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി പോലെ നിങ്ങളുടെ മനസ്സ് ശാന്തമായി കൊണ്ടിരിക്കുകയാണ്. ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി പോലെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച ആ മേഖലയിലേക്ക് എത്തണം. ഞാൻ എൻ്റെ ആ മേഖല ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിന് വിഷ്വലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അതിനെ ആസ്വദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അതിമനോഹരമായ ഒരു പൂന്തോട്ടത്തിലൂടെ ഞാൻ സഞ്ചരിച്ച് ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് എത്തുകയാണ്. എൻ്റെ സ്വപ്നത്തിലേക്ക് ഞാൻ എത്തുമ്പോൾ എനിക്ക് അതിമനോഹരമായ എൻ്റെ ലക്ഷ്യം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിമനോഹരമായ എൻ്റെ ലക്ഷ്യം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ സ്വപ്നങ്ങളിലൂടെ ഞാനിതാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലൂടെ യാത്ര പോകുമ്പോൾ ഞാനിതാ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത 101 തരത്തിൽപ്പെട്ട റോസാപ്പൂക്കളെ കാണുന്നു. അതിമനോഹരമായ ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ നിറയെ പല കളറിലുള്ള റോസാപ്പൂക്കളെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ റോസാപ്പൂക്കളെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ സ്വപ്ന ലോകത്തേക്ക് കൊണ്ടുപോവാണ്. എൻ്റെ ആഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ എൻ്റെ ആ സ്വപ്നങ്ങൾ നിഷ്പ്രയാസം നേടിയെടുക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചതെന്തും നേടാൻ കഴിയുന്നുള്ള എൻ്റെ മനസ്സിൻ്റെ ഈ ലോ ഓഫ് അട്രാക്ഷൻ, ഈ നിയമം, ഈ നിയമത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ അതിനനുസരിച്ച് എൻ്റെ ജീവിതം എന്നിലൊരു മാറ്റം വരുത്തുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്നിൽ ഫലിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നു. അതോടുകൂടി ഒന്നൊന്നായിട്ട് എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ഓരോന്നായിട്ട് ഞാൻ പൂർത്തീകരിക്കുന്നു. ഞാൻ ആ അതിമനോഹരമായ വിഷ്വൽസിലൂടെ ഞാൻ കൊണ്ടുപോവാണ്. നിങ്ങൾക്ക് ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ ശബ്ദം കേൾക്കാൻ കഴിയും. ക്ഷേത്രത്തിൽ നിന്നടിക്കുന്ന മനസ്സിന് ശാന്തതയിൽ നിന്ന് ശാന്തതയിലേക്കും നിങ്ങളുടെ ബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് എത്തുന്ന ഒരു മണിയടിയുടെ ശബ്ദവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് വളരെ വളരെ ശാന്തമായി മൂവിയാണ്. മനസ്സ് വളരെ വളരെ ശാന്തമായി മൂവ് ചെയ്യുന്നു. മനസ്സ് ശാന്തമായി മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാല്യകാലങ്ങളിലേക്ക് ഒന്ന് സഞ്ചരിക്കുകയാണ്. ആ ബാല്യകാലങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു കവിതയിലൂടെ നിങ്ങളുടെ പുറകോട്ടുള്ള നിങ്ങളുടെ ബാല്യകാലങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. എൻ്റെ ബാല്യകാല ഓർമ്മയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. എൻ്റെ ബാല്യകാലം എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. മനസ്സ് വളരെ വളരെ ശാന്തമാണ്.
മനസ്സ് വളരെ വളരെ ശാന്തമായി കൊണ്ടിരിക്കുകയാണ്. മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്ന ഏത് മേഖലയിലും എനിക്ക് വിജയിക്കാൻ കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസം എന്നിലേക്ക് വന്നു ചേരണം. ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സ്വപ്നം, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് ഓരോന്നോരോന്നായി നേടിയെടുക്കാൻ കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസം എന്നിലേക്ക് വന്നു ചേരുകയാണ്. ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, സമ്പത്ത്, അറിവ്, വിജയം എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. മനസ്സിന് വളരെ ശാന്തി സമാധാനം വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിന് ഇന്ന് വരെ ലഭിക്കാത്ത നല്ല സന്തോഷവും സമാധാനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത അത്രയോ ആത്മവിശ്വാസം നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. ധൈര്യം, മഹാധൈര്യം നമ്മളിലേക്ക് വന്നു ചേരുന്നു. ഭാഗ്യം, മഹാഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരുന്നു. ഈ നിമിഷം മുതൽ നമ്മളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നാം പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കും. നാം ആഗ്രഹിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നമ്മളിൽ ഇതാ സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഈ നിമിഷം നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ ജീവിതം എനിക്ക് നിർമ്മിക്കാൻ കഴിയുന്നുള്ള ആ ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. മനസ്സ് വളരെ ശാന്തമാവുകയാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ് the body. Cool, cool, cool. Relax the mind, relax the mind, relax the mind. Relax the body, relax the body, relax. Cool, cool, cool. Relax, relax, relax. 10 മുതൽ കീഴ്പോട്ട് ഉണർന്നു. ഓരോരോ കൗണ്ട് കീഴ്പോട്ട് ഉണ്ണും തോറും ഉണർവിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. 0 എന്നൊരു സംഖ്യ എത്തുമ്പോൾ പൂർണ്ണമായ ഉണർവിലായിരിക്കും. 9 നാം നിങ്ങൾ പൂർവാസ്ഥിതിയിലേക്ക് മടങ്ങി വരികയാണ്. കൂടുതൽ ആത്മവിശ്വാസത്തിലൂടെ പൂർവാസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നു. ഇപ്പോൾ ഉള്ള ഇതേ ആത്മവിശ്വാസം നിങ്ങൾ ഇതാ ഉണർവിലേക്ക് വന്നാലും പൂർവാസ്ഥിതിയിൽ വന്നാലും നിലനിൽക്കുന്നതാണ്. 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. 2 കൈയിനെയും കാലിനേക്ക് ഒന്ന് ചലിപ്പിച്ച് 2 കൈയിനെയും കാലിനേക്ക് ഒന്ന് ചലിപ്പിക്കുക. ഓക്കെ, കൈവെള്ളിയിലേക്ക് നോക്കുക. കൈ മസാജ് ചെയ്യരുത്. കൈവെള്ളിയിലേക്ക് നോക്കുക. എന്നിട്ട് ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ മുഖമൊക്കെ ഒന്ന് തടവും. ഓക്കെ, റെഡി? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ. ഉറങ്ങി പോയിട്ടില്ല എല്ലാവരും? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഷംനാഥ്, ഓക്കെ. ഷംനാഥ് മെഡിറ്റേഷനിൽ പോയോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇന്ന് എങ്ങനെ വിഷ്വൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ അതിന്റെ ഒരു ഗ്രാഫ് മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഒരു 1 hour കിട്ടണം, എങ്കിലേ കറക്റ്റ് വിഷ്വൽ എനിക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒന്ന് മൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തേ ഷംനാഥ്. മൈക്ക്. ഷംനാഥ് എങ്ങനെയുണ്ടായിരുന്നു? പറഞ്ഞോളൂ. നന്നായിട്ടുണ്ടായിരുന്നു സാറേ, നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫീൽ ചെയ്യാൻ പറ്റിയത്. ഇത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത് ഒരു ഗ്രൂപ്പിന് കൊടുക്കുക. നമ്മള് പേഴ്സണലായിട്ട് ഒരു വ്യക്തിക്ക് നമ്മൾ നിരന്തരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് കൊടുക്കണം, ആ വ്യക്തിയുടെ ഇത് പറഞ്ഞിട്ട് വിഷ്വൽ ചെയ്യിക്കാൻ പറ്റും. ഇവിടെ ഒരു വ്യക്തിയുടെ ഇത് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ഗ്രൂപ്പാണല്ലോ. നിങ്ങളുടെ സ്വപ്നങ്ങൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് പേഴ്സണൽ നമ്മൾക്ക് പേഴ്സൺ ക്ലാസ്സും ഗ്രൂപ്പ് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം. പേഴ്സൺ ക്ലാസ് നമുക്ക് 100% സക്സസ് ആവുന്നതിന്റെ ഉദ്ദേശം അതാണ്. അതായത് നിരന്തരമായിട്ട് നമ്മളോട് ഒരാള് നിരന്തരമായിട്ട് പറയാണ്, നമ്മുടെ ഉപബോധ മനസ്സിനോട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളില്ലാതെ നടന്നിരിക്കും. അങ്ങനെയുണ്ട് ഉപബോധ മനസ്സിൽ. അങ്ങനെ ഒരുപാട് സക്സസ്സുകളുണ്ട്. ഒരുപാട് ആളുകളെ, ഞാൻ തന്നെ ഒത്തിരി ആളുകളെ ചേഞ്ച് ചെയ്ത് പേഴ്സൺ ക്ലാസ്സിലൂടെ.
ഗ്രൂപ്പ് ക്ലാസ്സിലൂടെ നമുക്ക് സക്സസ് ഉണ്ട്, പക്ഷെ അതിന്റെ അപ്പുറം പേഴ്സണൽ ക്ലാസ്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഇത് കിട്ടുന്നത്, വിഷ്വൽ ഇതിലൂടെ. ഇനി ഓക്കെ, നിങ്ങളോട് എല്ലാവരോടും സംസാരിച്ച ശേഷം ഇതിലേക്ക് കിടക്കാം. ഓക്കെ ഓക്കെ, അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അശ്വിനി എങ്ങനെ ഉണ്ടായിരുന്നു? അശ്വിനി ഇനി സൂപ്പർ ആവണം കേട്ടോ. അതായത് നമ്മുടെ ക്ലാസ്സിൽ വന്നാല് ഒന്ന് കമാൻഡിങ് പവർ വേണം, ഒന്നായിട്ട് സംസാരിക്കണം. ഓക്കെ, എനിക്ക് കറക്റ്റ് മലയാളം വരാത്തോണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി സംസാരിച്ചില്ല. ഓക്കെ, അശ്വിനി എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് പഞ്ചിങ്ങിൽ പറയണം കേട്ടോ. ഈ കൊച്ചു കുട്ടികളെ ഇപ്പോൾ അശ്വിനി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ കൊച്ചു കുട്ടികൾ സംസാരിക്കുന്നു ഭയങ്കര പഞ്ചിങ് ആയിരിക്കും. ഓക്കെ, അശ്വിനി പറയൂ, ഉറച്ചു പറയും, എനിക്ക് കേൾക്കാനാ. അശ്വിനി ഒരു മിനിറ്റ്, അശ്വിനി എനിക്ക് കേൾക്കാൻ വയ്യ. അനിയിപ്പോ ഇതിൽ വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ പറഞ്ഞോടാ. ഓക്കെ, അനി പറഞ്ഞോളൂ. നന്നായിട്ടുണ്ടായിരുന്നു. അശ്വിനിക്ക് ഒരു മയക്ക ഫീൽ ചെയ്തോ ഇല്ലേ? റിലാക്സേഷൻ ഫീൽ ചെയ്തോ? വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഓരോന്നിങ്ങനെ കേൾക്കുമ്പോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, പിന്നീട് മുനീർ സി പി. മുനീർ മൈക്ക് ഒന്ന് ഓൺ ചെയ്യൂ. മൈക്ക ഇനി സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞ കേൾക്കണമെങ്കിൽ മൈക്ക് ഓൺ ചെയ്യണം, എങ്കിലേ എനിക്ക് കേൾക്കൂ. മൈക്കിലൊന്ന് ഒരു ക്ലിക്ക് അമർത്തിയാൽ മതി. മുനീർ ഫസ്റ്റ് വരുമ്പോ മൈക്ക് എടുത്തത്. മൈക്ക നിങ്ങൾ എടുത്താലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, എനിക്ക് കേൾക്കാൻ പറ്റും. മനസ്സിലായില്ലേ? മുനീർ എങ്ങനെയുണ്ടായിരുന്നു? മുനീർ വീട് എവിടെയാണ് മുനീർ? എവിടെ? കോഴിക്കോട്? കണ്ണൂർ. ആ, വെരി ഗുഡ്. കണ്ണൂർ എവിടെയാണ്? കണ്ണൂര് വളവട്ടണം. എവിടെ? ഇവിടെ നാട്ടിലാണോ വിദേശത്താണോ ജോലി? അല്ല, ഞാൻ നാട്ടിൽ തന്നെ. ബിസിനസ് ആണോ? ഞാന് മരക്കച്ചവടം, മരത്തിന്റെ കച്ചവടം. ഓ ശരി, ഭയങ്കര വലിയ ബിസിനസ് ആണ് അത്. കണ്ണൂർക്കാരൻ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കണ്ണൂർക്കാരനാ, മഹറൂഫ് എന്ന് പറയും. ഇപ്പൊ കൊച്ചിയിലാണ് പുള്ളി, വലിയ ബിസിനസ്സുകാരനാണ്. ജൈൻ പ്ലൈവുഡിന്റെ മെയിൻ ഹോൾസെയിൽ കേരളത്തില് പുറത്തുനോക്കിയ പുതിയങ്ങാടി എന്ന് പറയും. പുതിയങ്ങാടി. അവിടുന്ന് ഒരു 15 കിലോമീറ്റർ. ഓക്കെ, മുനീർ എങ്ങനെയുണ്ട് നമ്മളെ എക്സ്പീരിയൻസ്? നല്ല ഒരു ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. നമ്മളെ ശരീരത്തിലെ ഭാരമെല്ലാം കുറഞ്ഞ് ഒരു ഫ്രീ ആയിട്ട് ഒരു ഇതായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. റിലാക്സേഷൻ കിട്ടി അല്ലേ? റിലാക്സേഷൻ. അതാണ് നമ്മളത്. ആ മനസ്സിന്റെ അങ്ങനെ എത്തിയിട്ടുള്ള റിലാക്സേഷനിലൂടെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പാവാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്നും അറിയില്ല, തിരിച്ചറിയാൻ പറ്റില്ല. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആരെന്ത് പറയുന്നത് റെക്കോർഡ് ചെയ്യും. ആരെന്ത് പറഞ്ഞു, നിരന്തരമായിട്ട് ഒരാൾ പറയണേ നീ വലിയ ധനികനാണ്, സമ്പന്ന, ഒരു ഭയങ്കര പവർഫുൾ ആയ ഒരാളോട് പറയാം, നിരന്തരമായിട്ട് പറയാം നീ ഒരു ബലഹീനനാണ്, അങ്ങനെ നിരന്തരമായിട്ട് ഒരാൾ പറയണെങ്കിൽ അവൻ അങ്ങനെ. ഈ സബ് കോൺഷ്യസ് മൈൻഡ് നല്ലതും ചീത്തവും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് ബന്ധം നമ്മൾ കാണുന്നത് കേൾക്കുന്നൊക്കെ പോസിറ്റീവ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് പിന്നീട് ക്യാപ്റ്റൻ മൈക്ക് ഒന്ന് ഓൺ ചെയ്തോളൂ. ക്യാപ്റ്റൻ ജയറാം സാർ മൈക്ക് ഓൺ ചെയ്തോളൂ, സംസാരിച്ചോളൂ. ഓക്കെ, പറയൂ. എങ്ങനെ ഇന്നലെ നിങ്ങൾ സംസാരിച്ചില്ല, അപ്പൊ അതും കൂടി കൂട്ടിയിട്ട് ഇന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട് പറയൂ. ബേസിക്കലി ഒന്ന് മൈൻഡിന് ഒരു ചെറിയ റിലാക്സേഷൻ വന്നു, പിന്നെ ഇടയ്ക്ക് ഒരു മയക്കം വന്നു. അത് കഴിഞ്ഞ് ഇടയില് ഒറ്റ മിനിറ്റ്, ഇടയില് ഒരു മയക്കം വന്നു പറഞ്ഞില്ലേ? ആ മയക്കാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. ഈ മയക്കാണ് നമുക്ക് വേണ്ടത്.
ഈ മയക്കാണ് വേണ്ടത്. ഈ മയക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ, നിങ്ങൾ സക്സസ്, നിങ്ങൾ വിജയത്തിലേക്കാവുന്നു. അതിനെയാണ്, ഈ മയക്കത്തിനെയാണ് സോണാപറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ മയക്കത്തില് നാം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനോ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഇത് നിരന്തരമായിട്ട് നമ്മൾ ഇങ്ങനത്തെ അഫിമേഷൻസ്, ഇങ്ങനത്തെ വചനങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് വിജയങ്ങളും കരസ്ഥമാക്കാൻ നമ്മൾ കഴിയും. ഓക്കെ, ഇനി പറഞ്ഞോളൂ. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി അച്ചീവ് ചെയ്തില്ല എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. എല്ലാം അങ്ങനെ മെമ്മറിയിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, അതിന് കഴിയില്ല. കാരണം ഇത് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു സാധനം കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള സാധനം കൊടുക്കുകയാണെങ്കിൽ വിഷ്വൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നദി പറയുകയാണെങ്കിൽ നദി നമ്മൾക്ക് എല്ലാവർക്കും വിഷ്വൽ ചെയ്യാൻ പറ്റും. ജോബിന്റെ കാര്യം എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും 11 ആള് 12 ആളോ 13 ആളോ ഇതിലുണ്ടെങ്കിൽ 13 ആളുകൾക്ക് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് അവര് സ്വയം ഞാൻ ഇതിന്റെ കാര്യം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ആദ്യം നമ്മൾ അതിന്റെ ഇതാണ് തരുന്നത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ശ്രീ കൃഷ്ണദാസ് പറയൂ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് കൃഷ്ണദാസേ? നല്ലതായിരുന്നു. എനിക്ക് ഉറക്കത്തിലേക്ക് വരുന്നുണ്ട്. മയക്കം ഫീൽ ചെയ്തു. ഓ, അപ്പൊ ഇന്നലെ ഫീൽ ചെയ്തില്ല, ഇന്ന് ഫീൽ ചെയ്തോ? ചെയ്തു. ഓ, വെരി ഗുഡ്. വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ കൃഷ്ണദാസ്? ചെറിയ രീതിയിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് ഓക്കെ. രേഷ്മ പറയൂ. രേഷ്മ ഉറങ്ങിപ്പോയോ? മുനീർ ഉണ്ടല്ലോ, മുനീർ CP ഒന്നും പറയാറില്ല സാറിന്. ആ, മുനീർ പറഞ്ഞു സാറേ. മുനീർ പറഞ്ഞു. മുനീർ ഇപ്പൊ സംസാരിച്ചു. ശരി. രേഷ്മ പറയൂ. ഗുഡ് ഈവനിങ് സാർ. ഞാൻ നന്നായി വിഷ്വൽ ചെയ്തു. അത് കഴിഞ്ഞ് മറ്റേ സാറ് പറഞ്ഞ നന്നായിട്ട് ഉറങ്ങി. ഇങ്ങനെ നല്ലൊരു മയക്കത്തിൽ വന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വന്ന പോലെ. ശരിക്കും നമുക്കൊരു ഹാങ് ഓവർ ഉണ്ടാവില്ല, ഇങ്ങനെ മയങ്ങി ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് തിരിച്ചത്. അങ്ങനെ ഫീൽ ചെയ്താ? ഇപ്പൊ ആ ഒരു ഇതിങ്ങനെ മയങ്ങി എണീറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഉണ്ടാവുക, ആ രീതിയിലാണ്. ഓക്കെ, അപ്പൊ നല്ല ഫീൽ ആയിരുന്ന മുമ്പ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നില്ല? അതും കമ്പയർ ചെയ്യുമ്പോ എങ്ങനെയാ തോന്നുന്നു? പക്ഷെ ഇതേപോലെ ഉറങ്ങിപ്പോയിട്ടില്ല, ഇങ്ങനെ ഉറങ്ങിപ്പോയിട്ടില്ല. വേറൊരു ലോകത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്ന പോലെ. അടിപൊളി. ഓക്കെ, മുമ്പ് മെഡിറ്റേഷൻ ചെയ്തിരുന്നില്ല മോള്? മുമ്പ് മെഡിറ്റേഷൻ ചെയ്തിരുന്നില്ല? ഇത് എങ്ങനെയാ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അത് ഇത്രയും ടൈമൊന്നും ചെയ്യാറില്ല. കുറച്ച് ടൈം, പിന്നെ മ്യൂസിക് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം. പിന്നെ ബ്രഹ്മകുമാരീസിന്റെ അതില് കയറിയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പോയിന്റ് ഇവിടെ കാണുന്നുള്ള അവരങ്ങനെയാണ്. ബ്രഹ്മകുമാരീസില് കണ്ണടക്കൂല, കണ്ണ് തുറന്നിട്ടാ ഭഗവാൻ ഇസ്കെ മീഠേ മീഠേ ബച്ചോं के लिए. അതായത് ബാബ ഇസ്കെ മീഠേ മീഠേ ബച്ചോं के लिए അല്ലേ? ഓക്കെ അല്ലേ? മുരളി ക്ലാസ് വരെയൊക്കെ പോയോ ബ്രഹ്മകുമാരീസില്? ഇപ്പൊ മുരളി ക്ലാസ് യൂട്യൂബിൽ ഇങ്ങനെ. അപ്പൊ മുരളി ക്ലാസ്സിന്റെ ടൈമിലൊന്നും രാവിലെ അങ്ങനെ ഇതാക്കാൻ പറ്റില്ല, അത് കിച്ചണിലായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മള് ഇയർഫോണിൽ കേൾക്കാനേ കഴിയുള്ളൂ. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് പിന്നീട് ഗിരീഷ് കുമാർ. ഞാൻ ആരാന്ന് കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. നമ്മള് ക്ലാസ് എടുക്കുന്നവർക്ക് നിങ്ങൾ മുഖയെങ്കിലും ഒന്ന് കാണിച്ചു തരുന്നേ. ഞാന് ഓക്കെ, ആ ക്യാമറ ഒന്ന് ഓൺ ചെയ്തേ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പുതിയ ആളാന്ന് തോന്നുന്നു. ഹലോ. ഓ, ആദ്യമായിട്ട്. ഗിരീഷ് കുമാർ വീട് എവിടെയാണ്? കണ്ണൂർ, പെരുമ്പാവൂരോ? ഓക്കെ, എന്ത് ചെയ്യുന്നു ചോദിക്കുക? വർക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ ഫിനാൻസിലാണ്. ഞാൻ US-ലായിരുന്നു. US-ലായിരുന്നു. ഓക്കെ, ശരി. ഓ, ശരി. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ഗിരീഷ് കുമാർ?
കോൺസെൻട്രേഷൻ അവിടെ ഫസ്റ്റ് ടൈം ആണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പം ഓ, വെരി കോൺസെൻട്രേഷൻ ഗുഡ്. അവിടെ ഡൈവേർട്ട് ആയി. കുഴപ്പമില്ല. ഒരു നമ്മൾക്ക് എന്തെങ്കിലും ഫീൽ അനുഭവപ്പെട്ടോ? മൈൻഡിന് റിലാക്സേഷൻ അങ്ങനെ എന്തെങ്കിലും? ചെറുതായിട്ട്, പക്ഷെ അപ്പത്തേക്കും പിന്നെ ഡൈവേർട്ട് ആയി പോകും. വേറെ എന്തെങ്കിലും നോ പ്രോബ്ലം, നോ പ്രോബ്ലം. മെഡിറ്റേഷൻ നോ പ്രോബ്ലം. നമ്മളിലേക്ക് നെഗറ്റീവും പോസിറ്റീവായ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരും. അതിന് നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവായ ചിന്തകളെ നമ്മൾ റൂട്ട് മാറ്റി വിടുകയെന്ന്. അതായത് നിരന്തരമായിട്ടുള്ള പരിശീലനത്തിന്റെ ഫലമായിട്ട് മെഡിറ്റേഷനിൽ നമുക്ക് ഫോക്കസ് ആവുള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം. ഒന്നും ഇതാവണ്ട. അത് ഒത്തിരി ഇതുണ്ട്, 4 സ്റ്റേജുകളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ അടിപൊളി, നല്ലൊരു ഫീൽ ആയിരുന്നു. കുറച്ച് സമയമൊക്കെ നമ്മൾ ഇത്ര സമയം ഒന്നും ആരും ചെയ്യില്ല. 5 മിനിറ്റ് ഒക്കെ നമുക്ക് ഫോക്കസ് ആയിരിക്കാൻ പറ്റും. ഇത്രയും സമയം നമ്മൾ തന്നിട്ട് നിങ്ങളുടെ മൈൻഡ് കുറച്ച് സമയമെങ്കിലും ഫോക്കസ് ആയെങ്കിൽ വെരി ഗുഡ്, നല്ല റിസൾട്ട് ആണ്. ഓക്കെ, ജാസ്മിൻ, ജാസ്മിൻ സാർ കേക്കാം. ജാസ്മിൻ പറയൂ. ഞാൻ സത്യം പറഞ്ഞ പനി പിടിച്ചിരിക്കുകയാണ്. അപ്പം കിടന്നിട്ടായിരുന്നു ചെയ്തേ. പനി പനി പിടിച്ചാല് മാറിയില്ല. ഏറ്റവും നല്ല മെഡിറ്റേഷൻ പറഞ്ഞോളൂ. എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു. കാരണം ഞാൻ ഓൾറെഡി വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വെരി എനിക്കിന്ന് ഗുഡ്. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാനൊരു എക്സാം എഴുതിയിട്ടുണ്ടായി. ഒരു 10 എക്സാം ഉണ്ട്. അതിപ്പോ ഇന്നത്തോടെ ഞാൻ ക്ലിയർ ചെയ്തു. ഇവിടുത്തെ ഒരു ഇൻഷുറൻസ് അഡ്വൈസർ ആവാനുള്ള എക്സാം ആയിരുന്നു. വെരി ഗുഡ്, വെരി അപ്പൊ ഒരു ഗുഡ്. ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ്. അതുകൊണ്ട് പനിയൊക്കെ ആണേലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു ഇന്ന്. വെരി എനിക്ക് ഗുഡ്. എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഇടക്കൊന്ന് ഓക്കെ, 1-2 വട്ടം ചുമ വന്നു കഴിഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് അപ്പർ ബോഡി ആ ഒരു തളർന്ന സ്റ്റേജിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു ഫീൽ വന്നു. പക്ഷെ ലോവർ ബോഡി ശരിക്കും ഭയങ്കര ഒട്ടും വെയിറ്റ് അറിയാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. എനിക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഓൾറെഡി ചെയ്യുന്നോണ്ട് എനിക്ക് ഭയങ്കര കറക്റ്റ്, നന്നായിട്ട് കണക്ട് ആയായിരുന്നു. താങ്ക് വെരി യു. ഗുഡ്, വെരി ഗുഡ്. മുമ്പ് ഇതേപോലെയാണ് ചെയ്തത്? മുമ്പ് ചെയ്ത റൂട്ടോ ഇതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അതോ ഒരേപോലെയാണോ? മുമ്പ് നിങ്ങൾ ബ്രീത്തിങ് ഒക്കെ ഇതാക്കിയിട്ടാണോ പോയത്, അതോ കണ്ണടച്ചിട്ട് എങ്ങനെയായിരുന്നു? ഡിഫറൻസ് ഉണ്ട്. കണ്ണടച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഓർഗൻസ് തളർത്തിയിടുന്ന ഒരു പ്രൊസീജിയർ, നമ്മൾ ഈ മൂക്കിന്റെ തുമ്പിലോട്ട് നോക്കുന്നത്, അതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാ കേൾക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് തന്നെ അങ്ങ് ക്ലോസ് യുവർ ഐസ് എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. എന്നിട്ട് കൗണ്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ചില സംഭവങ്ങളൊക്കെ കുറച്ചും കൂടെ എനിക്ക് സാറിന്റെ ഈ ഒരു വേ ഓഫ് ഡൂയിങ് എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമ്മള് തെറാപ്പി പോലെയാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ ഷംനാഥ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷ്വൽ ചെയ്യാൻ അല്ലേ? നമ്മൾക്ക് എങ്ങനെ വിഷ്വൽ ചെയ്യാൻ പറ്റണം? ഷംനാഥ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഷംനാഥാണ് ഇതെങ്ങനെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വാല്യൂസ് കാണാൻ വേണ്ടി ശ്രമിക്കണം. പണം കാണുന്നതിന്റെ മുമ്പ് വെറും സമ്പത്ത്, കുറെ പണം വരട്ടെ എന്ന് അങ്ങനെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യരുത്. അത് നമ്മൾക്ക് അതിൻ്റെ അപ്പുറം നമ്മൾ വാല്യൂസ്, പണം തരുന്ന വഴികൾ കാണും. എക്സാമ്പിള്, നമ്മളിലേക്ക് പണം എത്തിക്കുന്ന വഴികൾ, അത് എങ്ങനെയൊക്കെ നമ്മളിലേക്ക് സമ്പത്ത് എത്തിക്കുന്ന വഴികൾ. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അല്ലെ, നമ്മളൊരു IPS ഓഫീസർ ആയാല് അതിലൂടെ നമ്മൾക്ക് സാലറി കിട്ടും. ഒരു ടീച്ചർ ആയാല് അതിൻ്റെ അപ്പുറം ഒരു ബിസിനസ്, ഒത്തിരി പണം നമ്മളിലേക്ക് വരുന്ന ഒരു ബിസിനസ് മേഖലയുടെ. അപ്പോൾ ഒരാൾ ഒരു 5 സ്റ്റാർ ഹോട്ടല്, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ട്. ആ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം, അതും അല്ലെങ്കിൽ സാധാ ഒരു പ്രവാസിയാണെങ്കിൽ, ഒരു പ്രവാസി വിദേശത്ത് പോയിട്ട് വന്നിട്ട് അദ്ദേഹം നമ്മുടെ ഒരു മെയിൻ അറിയപ്പെടുന്ന ഒരു സിറ്റിയിൽ ഒരു ബിൽഡിംഗ് വെക്കുന്നു. അതിലൊത്തിരി കട റൂമുകളുണ്ട്, പീഡിക റൂമുകളുണ്ട്. അത് റെന്റേക്ക് കൊടുത്തിട്ട് മന്ത്ലി ഇത്ര അദ്ദേഹത്തിന് വരുമാനം വരുന്നു. ഇങ്ങനെയൊക്കെ വാല്യൂസ് ആയിട്ടുള്ള ഇത് കാണണം. നമ്മൾ വിഷ്വൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ്. നമ്മളിലേക്ക് പണം എങ്ങനെ വരുന്നു? കുറെ പണം കിട്ടി, പിന്നീട് ഒരാൾ സമ്പത്തിനെ കുറിച്ച് കാണാം. ഒരാൾക്ക് 10 കോടി വേണം. ഈ 10 കോടി വന്നാല് യൂണിവേഴ്സിറ്റി നമ്മുടെ മൈൻഡ് നമ്മുടെ ചോദിക്കും, ഈ 10 കോടി നിന്റെ കയ്യിൽ കിട്ടുന്ന എന്താ ചെയ്യാം?
അതാണ് ഈ ലോട്ടറി ഒക്കെ ചിലവർക്ക് പെട്ടെന്ന് ലോട്ടറി കിട്ടിയിട്ട് പിന്നീട് കാണാം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയ ഒത്തിരി ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതെന്തോ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിലേക്ക് ഒരു 10 കോടി രൂപ വന്നാല് അതിൽ നമ്മൾ ഒരു 10% 20% നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു 10% നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി മാറ്റി വെക്കുന്നു. 10% നമ്മളുടെ ഫാമിലി ആയിട്ടുള്ള എൻജോയ്മെന്റിന്, 10% നമ്മൾ നല്ല വസ്ത്രം എടുക്കാനൊക്കെ മാറ്റി വെക്കുന്നു, 10% നമ്മൾ നല്ല സുഭിക്ഷമായ ഭക്ഷണത്തിന്, അതിൻ്റെ ഒരു 30% നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നു. ഇങ്ങനെ നമ്മൾ ഈ പണത്തെ നമ്മൾ ഘട്ടം ഘട്ടമായി തിരിക്കുന്ന അങ്ങനെയാണ് നമ്മൾ വിഷ്വൽ ചെയ്യേണ്ടത്. പല ആളുകളും എന്നോട് പറയുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മളിലേക്ക് ആ ഫലം കാണാറുണ്ട്. ഇപ്പൊ ഞാൻ ഈ പേരും പ്രശസ്തി എന്ന് പറഞ്ഞാല് അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമല്ല. പക്ഷെ അത് നമ്മളിലേക്ക് വന്നു ചേരണം. എങ്ങനെ അറിയാം? നമ്മൾ നമ്മുടെ ആഗ്രഹത്തിലൂടെ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആഗ്രഹത്തിന് വേണ്ടി, അതായത് ഒരു ലക്ഷ്യം ക്രിയേറ്റ് ചെയ്യണം. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്തുകൊണ്ട് മടിയന്മാരാവുന്ന അറിയാം. പല ആളുകൾ പറയും പിന്നീട് ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു, ഇപ്പൊ പഠിക്കാൻ കഴിയുന്നില്ല. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവരുടെ ലക്ഷ്യം അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അതിതീവ്രമായ ഒരു ആഗ്രഹം നമ്മളിലേക്ക് വേണം, അല്ലേ? ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നിർമ്മിക്കാന്ന് പറ്റുന്നു. നമ്മുടെ ജീവിതം നമുക്ക് നിർമ്മിക്കാൻ പറ്റത്തരെ നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മൾ ഇതിന് വിഷ്വൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടിട്ടറിയാം? അടുത്ത ഒരു ഘട്ടം നോക്കുക, കറക്റ്റ് നോക്കണേ. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വിഷ്വൽ ചെയ്യുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മുടെ 2 കൈകളുണ്ടല്ലോ, ഈ 2 കൈകൾ ഒന്ന് ഇങ്ങനെ വെച്ച് തരാം. ഓക്കെ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടോ. നമ്മുടെ 2 കൈകൾ കണ്ണടച്ച് നമ്മുടെ 2 കൈകൾ ഇങ്ങനെ മുകളിലോട്ട്, ഓക്കെ, നമ്മുടെ 2 കൈകൾ മുകളിലോട്ട് ഇതാക്കിയ ശേഷം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കണ്ണടച്ചിട്ട് 2 മുകളിലേക്ക്, കണ്ടിട്ടില്ലേ? നമ്മള് ചർച്ചിലൊക്കെ പോയ കണ്ടിട്ടില്ലേ? യേശു ക്രിസ്തുവിന്റെ ഇത് കൈ മുകളിലോട്ട് ആക്കിയിട്ട് അങ്ങനെ നമ്മൾ കൈ മുകളിലേക്ക് ഉയർത്തുന്നു ഓപ്പൺ ആയിട്ട്. എന്നിട്ട് കണ്ണടച്ചിട്ട് നമ്മൾ സമ്പത്താക്കാണെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് നമ്മൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഓരോരോ നിമിഷവും നമ്മൾ പറയണേ, നമ്മളിങ്ങനെ വിഷ്വൽ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ വിചാരിക്കണം ഓരോ നിമിഷവും സമ്പത്ത് എന്നിലേക്ക് വന്നു ചേരുകയാണ്. ആ സമ്പത്ത് ഇങ്ങനെ നമ്മളിലേക്ക് വന്നു ചേരുന്നത് നമ്മൾ വിഷ്വൽ ചെയ്യാൻ കഴിയണം. ഓക്കെ, സമ്പത്തിന് പണത്തെ കുറിച്ചാണെങ്കിൽ ആ പണം നമ്മളിലേക്ക്, ഇനി ആ പണം എങ്ങനെ നമ്മളിലേക്ക് വരുന്നു ആ വഴിയും കൂടി ഒന്ന് കാണണം. അപ്പൊ നമ്മുടെ ജോലി ഇല്ലേ, നമ്മൾ ആ വഴിയും കൂടി കാണാം. അപ്പൊ എൻ്റെ അടുത്തൊരു സമ്പത്ത് വരികയാണെങ്കിൽ ആ വഴിയിലൂടെ നമ്മളിലേക്ക് 1 തവണ 2 തവണ ലോ ഓഫ് അട്രാക്ഷൻ ഫലിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിൽ ഒരു സക്സസ് സംഭവിച്ച വീണ്ടും സക്സസ് സംഭവിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിലേക്ക് ഒരു പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് പരാജയം സംഭവിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞു. ഞാൻ ഒരൊറ്റ സ്റ്റോറി വരാം. ആ സ്റ്റോറി ഇങ്ങനെയാണ്. ഒരു മഹർഷി വര്യൻ കുറച്ച് സന്യാസിമാര്, ഒരു സന്യാസി വര്യനുണ്ട്, മുതിർന്ന ഒരു സന്യാസി വര്യനുണ്ട്. അദ്ദേഹത്തിന്റെ കുറച്ച് ശിഷ്യന്മാരും യാത്ര ചെയ്യാണ്. ഈ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിലുണ്ട് ഒരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ അരുവിയുടെ തീരത്ത് 3 സുന്ദരികളായ സ്ത്രീകളെ കണ്ടു, പെൺകുട്ടികളെ കണ്ടു. ഈ പെൺകുട്ടികളെ കണ്ടു. അതില് 2 പെൺകുട്ടികൾക്ക് ഈ നദി കടക്കാൻ കഴിയും. എന്ന് വെച്ചാല് 3ാമത്തെ പെൺകുട്ടിക്ക് കാലില് ഒരു മുറിവുണ്ട്. ഈ മുറിവ് നനയാൻ പാടില്ല. കാലിന് മുറിവെന്ന് നമ്മൾക്ക് പറയാം. കാലിന് കാരണം എന്താ വെച്ചാല് അവർക്ക് നടന്ന് നീങ്ങാൻ ഈ നദിയിലൂടെ കഴിയില്ല. ആ മുറിവ് നനയാനും പാടില്ല. ഈ മഹർഷി വര്യന്മാരും ഈ നദിയിലൂടെ നടന്നിട്ട് വേണം പോവാന്, വെള്ളം എല്ലാം ഉണ്ട്. അപ്പോ അതില് ഒരു യുവാവായ ഒരു സന്യാസി വര്യൻ, ഒരു ശിഷ്യൻ എന്ത് ചെയ്തു? ഇദ്ദേഹം അവരുടെ ഒരു ഗുരു വര്യനുണ്ട്, ഒരു മഹർഷി വര്യനുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്ത് ചെയ്തു അറിയാം? ഈ പെൺകുട്ടിയെ വാരിയെടുത്തു, തൂക്കിയെടുത്തിട്ട് ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് കൊണ്ടുപോയി ഇറക്കി വെച്ചു. ഇക്കരയിൽ നിന്ന് എടുത്തിട്ട് അക്കരയിൽ ഇറക്കി വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ്
അദ്ദേഹത്തിന്റെ മഹർഷിവര്യന് സ്വാമിജിക്ക് എന്ത് ചെയ്താരോ ഈ ശിഷ്യൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. ശിഷ്യൻ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഈ മഹർഷി ഇവര് ആശ്രമത്തിലെത്തി ഗുരുനാഥൻ ആദ്യം കയറിയപ്പോ ഭയങ്കര കോപിതനായിട്ട് കണ്ടു. ശിഷ്യൻ പുറകിൽ ഇങ്ങനെ വരുന്നുണ്ട്. ആശ്രമത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നേരത്ത് ഗുരു പറഞ്ഞു, നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. ആശ്രമത്തിലേക്ക് കടന്നു പോരുത്. നീ ആശ്രമത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചു. കാരണം ഒരു സ്ത്രീയെ കാണാൻ പാടില്ല, ഒരു സ്ത്രീയെ സ്പർശിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ആശ്രമത്തിന്റെ നിയമമുണ്ട്. അപ്പൊ അദ്ദേഹം ശിഷ്യൻ പറഞ്ഞതാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം. ശിഷ്യൻ പറഞ്ഞു, ഞാൻ ആ പെൺകുട്ടിയെ, സുന്ദരിയായ പെൺകുട്ടിയെ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് ഞാൻ ഇറക്കി വെച്ചു. പക്ഷേ ഞാൻ അതോടുകൂടിയിട്ട് ഞാൻ ആ പെൺകുട്ടിയെ ആ കരയിൽ ഇറക്കി വെച്ചു. പക്ഷെ അങ്ങ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? അങ്ങ് ഇപ്പോഴും ആ പെൺകുട്ടിയെ നിങ്ങൾ മനസ്സിൽ ചുമന്നുകൊണ്ട് കിടക്കുക. ഞാൻ ഇക്കരയിൽ നിന്ന് എടുത്ത് അക്കരയിൽ ഇറക്കി വെച്ചു. പക്ഷെ അങ്ങ് ഇപ്പോഴും ആ പെൺകുട്ടിയെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ചുമന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ഗുരുവിന് തൻ്റെ തെറ്റ് മനസ്സിലാവാണ്. തൻ്റെ ശിഷ്യനിൽ നിന്ന് ഗുരു ഒരു പാഠം പഠിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെയൊക്കെ അവസ്ഥ. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഘടകം എന്താണ്? എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്ങിനൊക്കെ പങ്കെടുക്കും. നമ്മളുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ പിടിപെട്ടുള്ള ഏറ്റവും വലിയ മാലിന്യം. നമ്മുടെ ശരീരത്തിൽ മാലിന്യം പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് നല്ല സോപ്പൊക്കെ തേച്ചിട്ടൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാലിന്യം ഒരു വെള്ളത്തിൽ മുങ്ങിയ. മനസ്സിൻ്റെതായ മാലിന്യം കഴുകി കളയണമെങ്കിൽ ദിസ് ഇസ് മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. ഹിപ്നോസിസ് അത്യാവശ്യമാണ്, മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. സെൽഫ് മെഡിറ്റേഷനും സെൽഫ് ഹിപ്നോസിസവും എല്ലാം നമ്മൾക്ക് ആവശ്യമാണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് മറ്റുള്ളവരോട് പകയ വിദ്വേഷവും ഒക്കെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ നല്ല ലക്ഷ്യം കരസ്ഥമാക്കാൻ പോയിട്ട് ഒരു കാര്യവും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മളെ ചിന്തിക്കണം. നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും പോകും. കണ്ടോ? ഓക്കെ, നമ്മളെ കുറ്റങ്ങളിലേക്കും കുറവിലേക്കും നമ്മൾ പോകരുത് ഒരിക്കലും. ഓക്കെ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പല ആളുകളും പറയും, ഞാൻ ഈ തിയറി കേട്ടു, നിങ്ങൾ ഈ ക്ലാസ് കേട്ടതുകൊണ്ടോ ഈ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടോ ഒന്നും ഇതെല്ലാം കേട്ടുകൊണ്ട് പ്രയോജനം ചെയ്യണമെങ്കിൽ നിങ്ങൾ ബേസിക്കായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ആവർത്തിക്കാതെ, മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, അത് മറ്റുള്ളവരെ കുറിച്ച് തെറ്റിദ്ധരിച്ചാലും മതി. മറ്റുള്ളവരെ കുറിച്ച് തെറ്റിദ്ധരിച്ചാലും നമ്മൾ ഇതിനെ ബാധിക്കും. നിങ്ങൾ ലോകത്ത് സക്സസ് ആയവരെ മുഴുവൻ നോക്കിയൊക്കെ അവർ വളരെ എളിമയുള്ള ആളുകളാണ്, ടൈം പഞ്ച്വാലിറ്റി ഉള്ള ആളുകളാണ്. അതുപോലെ തന്നെ അവര് വിനയമുള്ള ആളുകളാണ്, സത്യസന്ധരാണ്. ഈ മൂന്ന് കൂട്ടരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സക്സസ് ആണ്. പിന്നെ ഒത്തിരി നമ്മൾ സമ്പന്നരെയൊക്കെ കാണാം, അവർ അതേപടി പോകുന്ന ഒത്തിരി ആൾക്കാരെ കാണും. ഇപ്പൊ നമ്മൾ ഗ്രീൻ ഫിഷർ പോലത്തെ നല്ല എയർ വിമാനങ്ങൾ, എയർ ജെറ്റ് ഒക്കെ ഉള്ള ആളുകളെ അറിയാം. വിജയ് മല്യനെയൊക്കെ അറിയാം. ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഇതും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിനല്ല, അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തിന്. അപ്പൊ നമ്മുടെ ടാറ്റ പോലത്തെ ആളുകളൊക്കെ ഒത്തിരി കാലം നിലനിന്ന കണ്ടില്ലേ? അദ്ദേഹത്തെ കുറിച്ച് ഇന്നും നമ്മൾ ഒത്തിരി നല്ല ന്യൂസുകളും വാർത്തകളും ചരിത്രങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകം എന്താ വെച്ചാൽ, ഒന്ന് ഫോർഗിവ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആരോടും പക വിദ്വേഷമൊന്നും പാടില്ല, ഫോർഗിവ്നെസ്. രണ്ടാമത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ എപ്പോഴും നന്ദി പറയാം. ഒരു ദിവസം, ഒരു പ്രഭാതം, എത്ര ആളുണ്ട് ഇതിൽ പ്രഭാതത്തിൽ നന്ദി പറഞ്ഞു തുടങ്ങുന്നത്? രാത്രി കിടക്കുമ്പോ നന്ദി പറഞ്ഞു തുടങ്ങുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് സർ, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഓക്കെ, കിടക്കുമ്പോ പറയും, എണീക്കുമ്പോ പറയാം? രാവിലെ എഴുന്നേൽക്കുമ്പോഴും പറയും, കിടക്കുമ്പോഴും പറയും. മോളെ, കിടക്കുമ്പോൾ പറയോ അതോ
ഉണരുമ്പോ പറയാം. എന്നോടാണോ ചോദിച്ചേ? 2 സമയം ആരോടാ പറയൂ. ചോദിച്ചേ? ജാസ്മിനോട്. ആ പറയും. രാത്രി കിടക്കുമ്പോഴും പറയും, രാവിലെ എണീക്കുമ്പോഴും. ഫസ്റ്റ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെ നമുക്ക് പറയാൻ അറിയാം? നമ്മള് ഈശ്വരനോട് പറയാം, നമ്മൾക്ക് യൂണിവേഴ്സിനോട് പറയാം. എങ്ങനെയൊക്കെ പറയാം? ഞാൻ ഇന്ന് കിടന്നുറങ്ങിയിട്ട് എണീച്ചല്ലോ അല്ലേ? മരണത്തിൽ നിന്ന് അനിശ്ചിതത്വത്തിലേക്ക് നയിച്ചു. പിന്നീട് ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. നല്ല സുഭിക്ഷമായ ഭക്ഷണം തന്നു, നല്ല വസ്ത്രം തന്നു. എനിക്ക് നല്ല ആരോഗ്യമുള്ള കൈകാലുകളുണ്ട്. എനിക്ക് മറ്റുള്ളവരെ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് മറ്റുള്ളവരെ നല്ലൊരു ഭംഗിയുള്ള ഒരു മുഖം തന്നു, ഒരു ശരീരം തന്നു. താങ്ക് യു നന്ദി പറയണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് പറയണം? എനിക്ക് നല്ലൊരു നിങ്ങൾക്ക് നല്ല വാഹനമുണ്ട്, നല്ല ഭവനമുണ്ട്, എനിക്ക് നല്ലൊരു ജോലി തന്നു. ഞാൻ ആഗ്രഹിച്ച ഒരു ജോലിയല്ലേ അങ്ങ് തന്നു. ഈ നന്ദി പറയും തോറും നിങ്ങളിൽ അഭിവൃദ്ധി വന്നുകൊണ്ടേയിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിൽ ഫലിക്കണമെങ്കിൽ നിങ്ങൾ നന്ദി ഉണ്ടായിരിക്കും. ഓക്കെ, നന്ദി ഉണ്ടായിരിക്കുക. അത് ഭയങ്കര ഇതാണ്. നിങ്ങൾ എപ്പോഴും ഒരാളോട് പകവിദ്വേഷം ഇല്ലാതെ വന്നിട്ട്, ഞാനൊക്കെ എപ്പോഴും ശ്രദ്ധിക്കില്ല എന്താ അറിയോ? മറ്റുള്ളവരെ കുറിച്ചിട്ട് കുറ്റം പറയുന്നവരെ എനിക്ക് കണ്ടുകൂടാ. ഞാൻ അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടും. ഞാൻ എല്ലാ മനുഷ്യനെയും ഞാൻ നല്ലവരായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കും. മാക്സിമം നല്ലവരായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കും. എല്ലാ മനുഷ്യനും. ഞാൻ ഒരു മനുഷ്യനെ കുറ്റം പറയുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ അതിലേറെ മോശമല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും മറ്റുള്ളവന്റെ മോശം നെഗറ്റീവ്സിനെ കാണാതിരിക്കുക. ലോ ഓഫ് അട്രാക്ഷന്റെ വേറൊരു തിയറിയാണ്. പിന്നീട് ഗ്രാറ്റിറ്റ്യൂഡ്, എല്ലാറ്റിനും നന്ദി ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാറ്റിനും നന്ദി. ഒരാൾ നമ്മളോട് ചെയ്താലും നന്ദി. നിങ്ങൾ പോകുന്ന ഒരു വാഹനം ഒരു ആക്സിഡന്റ് ആയി 2 പേരും, അപ്പോഴും നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. ഓക്കെ, നമ്മളിൽ എന്ത് സംഭവിച്ചാലും ഈ പോസിറ്റീവിന് മാത്രമല്ല നെഗറ്റീവ്. കാരണം നിങ്ങളിലെ ഒരു നെഗറ്റീവ് സംഭവിക്കണം എന്തിനാരോ? നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് കൊണ്ടുവരാനാ. നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളൊക്കെ ഒരു തകർച്ചയിൽ നിന്നാണ് ഒരു വിജയത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ ഇവിടെ ഒരു മനുഷ്യനൊരു വിഷമമില്ലെങ്കിൽ, ഒരു തകർച്ചയില്ലെങ്കിൽ, ഇന്ന് ഈ ലോകത്ത് കാണുന്ന കണ്ടുപിടുത്തങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ലോകത്ത് കാണുന്ന കണ്ടുപിടുത്തങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പോ വിഷമങ്ങളും ദുഃഖങ്ങളും ഇല്ലെങ്കിൽ നസീർ ഖാൻ സാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടാവും. ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടാവില്ല. നമുക്ക് വിഷമങ്ങളും പ്രശ്നങ്ങളും തരുന്നത് നമ്മളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ആ ലക്ഷ്യത്തേക്ക് ഇങ്ങനെ വന്ന് ഡ്രീമൊക്കെ സെറ്റ് ചെയ്ത് എത്തിയില്ല എന്നായിരിക്കും. പിന്നീട് നമ്മുടെ ഉള്ളിൽ ഒരു സംശയം വരും, ഇത് കിട്ടൂലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കൂടെ എല്ലാവരെയും, നമ്മുടെ ട്രെയിനർമാരെയും ഗുരുക്കന്മാരെയും എല്ലാവരെയും നമ്മൾ പഴി ചാരിയിട്ട് പോകും. ഇപ്പം പരാജയത്തിനും 100ൽ ഒരാള് സക്സസ് ആവും. അവൻ ആരറിയത്തില്ല, അടി ഉറച്ചു നിൽക്കുന്ന ആളാണ്. എനിക്ക് ലഭിക്കും, ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് ലഭിക്കും എന്ന് നമ്മൾ അതിതീവ്രമായി ആഗ്രഹിക്കുക അല്ലേ? നമ്മൾ ആഗ്രഹിച്ച ഏത് കാര്യം, എന്റെയൊക്കെ അനുഭവത്തിൽ പറയണേ, ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സക്സസ് ആക്കിക്കും എന്ന് വെച്ചാൽ അതിന്റെ തൊട്ടടുത്തെങ്കിലും കൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ എല്ലാ ഇതിലൂടെ ഏറ്റവും അല്ലെ, എനിക്ക് ഒരു പോലീസുകാരനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആവാൻ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ അടുത്ത് അവരെ ട്രെയിൻ കൊടുക്കുന്ന ഒരാളാവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ പറയില്ലേ, എനിക്ക് സ്റ്റാർട്ടിങ്ങിലിട്ടൊരു വീഡിയോ ഉണ്ടല്ലേ? വീഡിയോ ഇട്ടു. ആ വീഡിയോ അല്ലേ? വീഡിയോ ഈ ഒരു കാര്യമല്ലേ പറയുന്നതില്? അല്ലെ, എങ്ങനെ സ്റ്റാർട്ടിങ്ങിലിട്ട വീഡിയോ? അതൊരു പഞ്ചാബ് മോട്ടിവേഷനാണ്. അത് പഞ്ചാബ് മോട്ടിവേഷനാണ്. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതുണ്ട്. ഓക്കെ, അത് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് അത്. കാരണം ഒരു മനുഷ്യനെ അതിതീവ്രമായി, അതൊരു ലോ ഓഫ് അട്രാക്ഷൻ, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആ വീഡിയോ ഇട്ടത്. നമ്മൾ അതിതീവ്രമായി ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് നേടാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും സജഷൻസ് അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, സംശയങ്ങൾ ചോദിക്കുക. ഓക്കെ, ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ബേസിക് ക്ലാസ് മാത്രമാണ്. ഇതിന്റെ ഏറ്റവും പവർഫുൾ ആയ ക്ലാസ്സുകൾ വേറെ ഉണ്ട്. നമ്മൾ പേഴ്സണൽ ക്ലാസ്സുകൾ എല്ലാം ഇപ്പോ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ സൂം ഒക്കെ ഇടയ്ക്ക് നമ്മൾക്ക് 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അത് ഇപ്പോൾ ഓരോരോ ദിവസം ഒരു ഒറ്റ റെക്കോർഡിംഗ് ആണെങ്കിൽ നമുക്ക് 2-3 മാസം വരെ നമ്മളുടെ ഇത് കട്ടാവാതെ പോകും. നമ്മൾക്ക് ഒരു ദിവസം 3-4 ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾക്ക് ഇതൊക്കെ നിറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് ഒത്തിരി ക്ലാസ്സുകളുണ്ട്, പേഴ്സണൽ ക്ലാസ്സുകളുണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സുകളുണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക 7 days ബേസിക് ക്ലാസ് ആണ്. ഇതിന്റെ പവർഫുൾ ക്ലാസ് 21 ദിവസത്തെ 3 month 3 മാസമൊക്കെ വരുന്ന ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഗ്യാരണ്ടി കോഴ്സുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ക്ലാസ്സിൽ തന്നെ നമ്മുടെ ജീവിതത്തിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വിജയിക്കാൻ ആധാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇതിൽ തന്നെ മെഡിറ്റേഷനൊക്കെ 5 minute 10 minute വരുന്നത്. നസുൽഖാൻ സാറ് കുറച്ച് കൂടുതൽ സമയം പ്രാക്ടിക്കൽ കൊടുക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ ടൈം കുറച്ച് കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, 9:30 കഴിയേണ്ട ക്ലാസ് ഇപ്പൊ നമ്മൾ 10 മണി വരെ നമ്മൾ കൊണ്ടുപോകുന്നു. അതാ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാണ്ടെങ്കിൽ പറയാം, നിർദ്ദേശങ്ങൾ നൽകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ചോദിക്കും. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും രേഷ്മ എന്തെങ്കിലും സംശയം ചോദിക്കാൻ സമയം തന്നില്ല പറയരുത് കേട്ടോ. എന്തെങ്കിലും ചോദിക്കാതെ ചോദിക്കാം. അല്ല, എല്ലാവർക്കും അവസരം ഉണ്ടായിക്കോട്ടെ ചോദിക്കായിരുന്നു. സംശയം എന്തെങ്കിലും ചോദിച്ചോളൂ. സാർ, നമ്മളിപ്പോ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പിന്നെ ഏത് മെഡിറ്റേഷനാണ്, അതായത് പലർക്കും പല രീതിയിലാണ് മെഡിറ്റേഷൻസ് അവർക്ക് വർക്കാവുക എന്ന് പറയും. അപ്പോ നമ്മളിപ്പോ പിന്നെ എഡ്യൂക്കേഷനിൽ ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് മെഡിറ്റേഷൻ ആയിരിക്കും നല്ലത്? മോള് പറയുന്ന എയർഫോൺ വെച്ചിട്ടുണ്ടോ മോള്? അതെ അതെ. എയർഫോൺ ഒഴിവാക്കിയിട്ട് ഒന്ന് പറയാം. എനിക്ക് എന്തപ്പോ ശബ്ദം അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. ഞാൻ എയർഫോൺ ഒഴിവാക്കുന്നതായിട്ട് ഇത് കറക്റ്റ് നേരെ കേൾക്കാൻ വേണ്ടിയിട്ടാ ശരിക്കും. ഹലോ, പറഞ്ഞോളൂ. നമ്മൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് മെഡിറ്റേഷൻ ആയിരിക്കും ഗുണം ചെയ്യാം? അതായത് മോള് ശ്രദ്ധിക്കുക, കാരണം നമ്മളുടെ അതാ പറയുന്നത്, നമ്മൾക്ക് ഓരോരുത്തർക്കും എന്താണ് ആവശ്യം. അപ്പൊ മോള് ഇതേപോലെ തന്നെ മെഡിറ്റേഷന്റെ ഒരു ഘട്ടമുണ്ട്, ഒരു ബേസിക് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്തുതരാം. അങ്ങനെ പോയിട്ട് നമ്മള് മെഡിറ്റേഷനിലേക്ക് പോകുന്നത് എല്ലാം ഒരേ രൂപത്തില്, അതിൽ കണ്ടന്റിലാണ് വ്യത്യാസം. അതിൽ മനസ്സിൽ കണ്ടന്റില് മോൾ എന്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ആഗ്രഹങ്ങളെ നിങ്ങൾ വിഷ്വലായിട്ട് കൊണ്ടുവരിക. ഓക്കെ, വിഷ്വലായിട്ട് നിങ്ങൾ കൊണ്ടുവരണം. വിഷ്വലായിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പോ മോള് ഒരു PSC ഇതൊക്കെ കിട്ടിയിട്ട് ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം നിങ്ങൾ PSC എക്സാം എഴുതുന്നത് നിങ്ങൾ വിഷ്വൽ ചെയ്യാം. അതിനുവേണ്ടി പഠിക്കുന്നത് ആദ്യം വിഷ്വൽ ചെയ്യണം. എക്സാം എഴുതുന്നതായിട്ട് വിഷ്വൽ ചെയ്യണം. അതിൽ നല്ല മാർക്ക് കിട്ടുന്നതായിട്ട് വിഷ്വൽ ചെയ്യണം. നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഇപ്പൊ തിരൂര് ഒരു ഗവൺമെന്റ് സ്കൂള്, നിങ്ങൾ ഇഷ്ടപ്പെട്ട തിരൂര് ഗവൺമെന്റ് സ്കൂളിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ സ്കൂള് നിങ്ങൾ വിഷ്വൽ ചെയ്യണം. അങ്ങനെ അതിലേക്കിട്ട് നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയിട്ടും മറ്റു പൊതുജനങ്ങളിൽ നിന്നുള്ള ആ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ വിഷ്വൽ ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നിലയും വിലയും നിങ്ങൾ വിഷ്വൽ ചെയ്യണം. മറ്റുള്ള നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്ന നിങ്ങൾക്ക് സാലറി ഉണ്ടല്ലോ, പണം, അതിന് നിങ്ങൾക്ക് വിഷ്വൽ ചെയ്യണം. നിരന്തരമായിട്ട് നിങ്ങൾ ഇത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് നിങ്ങൾ വിഷ്വൽ ചെയ്യണം. എന്നിട്ട് അത് നടന്ന് കഴിഞ്ഞതായിട്ട് ഫീൽ ചെയ്യണം. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് കാണുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു കലക്ടറൊക്കെ ആണെങ്കിൽ ആ കലക്ടറായിട്ട് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മൾ വിഷ്വൽ ചെയ്യണം. പിന്നീട് നമ്മൾ കലക്ടറെ ഇങ്ങനെ പേന കുത്തുക, അതേപോലെ ആയിരിക്കണം കുത്തണം. ഓക്കെ, പിന്നെ കലക്ടർ ഇങ്ങനെ നടക്കുക, അതേപോലെ ആയിരിക്കണം. അപ്പൊ ഓട്ടോമാറ്റിക് നമ്മളിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങണം. ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന് ഓക്കെ ആയി തുടങ്ങും.
അതായത് നമ്മളുടെ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പൊ പറഞ്ഞതിന് അർഹന എന്ന് വെച്ചാൽ നിങ്ങളില് അതുണ്ട്, നിങ്ങൾ അതിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു നിയമം. നമ്മൾ അതിന് അർഹനായിരിക്കണം. അപ്പോ രേഷ്മ ഇപ്പൊ ഒരു നല്ല ടീച്ചർ ആവാനോ ഒക്കെ അങ്ങനെ നല്ല ടീച്ചർ ആയിക്കോട്ടെ രാഷ്ട്രപതി അവാർഡ് വാങ്ങിക്കുന്നൊക്കെ കാണാൻ പോകും. രേഷ്മ ഇപ്പോ നിങ്ങക്ക് മനസ്സിലായോ? നിന്റെ ചോദ്യത്തിന് പൂർണ്ണമായ ഉത്തരം കിട്ടിയോ? പിന്നെ ഇന്ന് ഫസ്റ്റിലിട്ട ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ആ. തന്നെ ശരിക്കും വ്യക്തമായി. അതായത് ശരിക്കും നമ്മള് അത്രയും എന്താ പറയാ, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വേണം. അതായത് അവിടെ തളർന്നു കിടക്കുന്ന അമ്മയാണ് അവരുടെ ആ മോട്ടിവേഷൻ ആയിട്ട് വരുന്നത്. അതെ അതെ അതെ. അപ്പോ അപ്പൊ നമ്മൾക്ക് ശരിക്കും എല്ലാ വിജയത്തിന്റെ മുമ്പിലും ഓരോരോ അല്ലെ, നമ്മൾക്ക് ഓരോരോ വിഷമങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ടാസ്ക് ഉണ്ട് അല്ലെ, കണ്ണുനീരുകളുണ്ട്. ഓക്കെ, ഓരോരോ കണ്ണുനീരും പിന്നീട് ഓരോരോ സന്തോഷമായിട്ട് മാറും. ഓക്കെ അല്ലേ? ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? കൃഷ്ണദാസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടാ. ഹലോ സാറേ, ഗിരീഷാണ്. പറഞ്ഞോളൂ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ വിഷ്വലൈസേഷൻ ചെയ്യണത് കണ്ണ് അടച്ചിട്ടാണോ ചെയ്യേണ്ടത്, കണ്ണ് തുറന്നിട്ടാണ്? ഞാനിപ്പോ ജസ്റ്റ് രണ്ടും കൂടി ഒന്ന് നോക്കി. ഇപ്പൊ എനിക്ക് കണ്ണ് തുറന്ന് നമ്മൾ നോക്കുമ്പോൾ, സപ്പോസ് ഇപ്പൊ പെരുമ്പാവൂർ ഞങ്ങളുടെ ടൗണ്, അവിടെ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ഷോപ്പിൽ ഇന്ന ആളുണ്ട്, ഇപ്പൊ എന്ത് ചെയ്യാണ് ഇങ്ങനെ ചെയ്ത്, അതൊക്കെ നമുക്ക് വിഷ്വലി ചെയ്യാൻ പറ്റും കണ്ണ് തുറന്ന്. കണ്ണടയ്ക്കുമ്പോൾ നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ട് പോലെ വരുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഗിരീഷ് കുമാർ ശ്രദ്ധിക്കേണ്ട എങ്ങനെയെന്ന് ചോദിച്ചാൽ രണ്ട് രൂപത്തിലുണ്ട്. മെഡിറ്റേഷൻ തന്നെ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് കണ്ണ് തുറന്നിട്ടുണ്ട്, കണ്ണടച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പല ആളുകളും കണ്ണടച്ച് പ്രാർത്ഥിക്കും അല്ലെ. ഈ ബ്രഹ്മകുമാരീസ് പോലത്തെ അവരുടെ നിയമം എന്താ വെച്ചാൽ കണ്ണ് തുറന്നിട്ടാണ് അവരുടെ രാജയോഗ മെഡിറ്റേഷൻസ് ഒക്കെ വരുന്നത്. മൂന്നാമത്തെ ഒരു സെക്ഷൻ പറഞ്ഞാല് മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അവരുടെ പ്രാർത്ഥനയിൽ ഒരിക്കലും കണ്ണടക്കാൻ പാടില്ല. കണ്ണ് തുറന്നിട്ടാ എന്ന് വെച്ചാൽ ഈ നമ്മുടെ സൂഫി മെഡിറ്റേഷനൊക്കെ വരുമ്പോ അതിൽ കണ്ണടക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോ ഈ കണ്ണ് അടക്കുന്നോട് കൂടിയിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില. കണ്ണ് തുറന്നാല് ഈ ഗിരീഷ് കുമാർ പറഞ്ഞ പോലെ നമ്മൾ കണ്ണ് തുറന്ന കുറെ കാര്യങ്ങൾ നമുക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നേരിട്ടിട്ട് കാണാനോ. അതുകൊണ്ടാണ് നമ്മൾ എന്താവാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മുടെ അതിന്റെ ഫോട്ടോത്തും നെയിമൊക്കെ നമ്മുടെ ചുമരിലൊക്കെ എഴുതി ഒട്ടിക്കുന്നത് അല്ലെ, ഒത്തിരി കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ, നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ. അതായത് ഈ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ SLC പോലും ഇല്ല, നമുക്കൊക്കെ അറിയാം. പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കറിനെ വളരെ ബാല്യകാലത്തിൽ ചെറുപ്പത്തിൽ ആ തൊട്ടിയിൽ ആട്ടുന്ന സമയത്ത് ആ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടല്ലോ, ചെറിയ ക്രിക്കറ്റ് ബാറ്റ്, ആ ബാറ്റ് അമ്മ തൊട്ടിയിൽ കെട്ടിപ്പിടിപ്പിച്ചിരുന്നു ഉത്തരം ഈ തൊട്ടിയില്. അങ്ങനെ വളരെ ബാല്യം മുതലേ ഈ ക്രിക്കറ്റിന്റെ ഈ ബാറ്റ് ഇത് അങ്ങനെ അവരിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നതാണ്. പല കാര്യങ്ങളും അങ്ങനെ ഉണ്ട്. സയന്റിഫിക് ആയിട്ട് നമ്മുടെ മക്കള് ജനിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂത്തരം നമ്മുടെ മക്കളെ എന്താക്കി മാറ്റണം. അത് അമേരിക്കയിലുള്ള സൈക്കോളജിസ്റ്റ്മാർ പറയുന്നുണ്ട്, നിങ്ങളെ മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാക്കി നിങ്ങൾക്ക് തരാം. പക്ഷെ നിങ്ങൾ എന്ത് വേണം, 3 വയസ്സിന്റെ ഉള്ളിൽ നിങ്ങളെ മക്കളെ ഞങ്ങളുടെ കയ്യിലേക്ക് തരണം. ഈ 3 വയസ്സ് എന്നുള്ളത് സ്പീച്ച് തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് മക്കള് നമ്മളെ കണ്ട്, മാതാപിതാക്കളെ കണ്ടിട്ടോ ഇവരെ കണ്ടിട്ടോ എന്താണ് അവര് കാണുന്നത് അത് അവരായി മാറും. ഇതിനെ നമ്മൾ റോൾ മോഡല്. അപ്പോ ഗിരീഷ് കുമാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് നേരിട്ട് കണ്ട്, കാരണം നേരിട്ട് കണ്ട് നമ്മൾ വിശ്വസിക്കാന്ന് പറയില്ലേ, കണ്ണ് തുറന്നിട്ട് മെഡിറ്റേഷൻ ഉണ്ട്, കണ്ണ് തുറന്നിട്ട് ഹിപ്നോട്ടിസം ഉണ്ട്, മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്, കണ്ണടച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് കംഫർട്ട് കണ്ണടച്ചിട്ടായിരിക്കും. എനിക്കൊക്കെ ഏറ്റവും കണ്ണടച്ചിട്ടാണ് ഏറ്റവും. ചില ആളുകൾക്ക് കണ്ണ് തുറന്നിട്ടായിരിക്കും. കണ്ണ് തുറന്നാല് ഹിപ്നോട്ടിസ് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഒത്തിരി ആളുകളെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, കണ്ണ് തുറന്നിട്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ഇത്ര സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് എണീച്ചു പോവാം. പക്ഷെ അവർക്ക് എണീച്ചു പോകാനൊന്നും പറ്റാതെ മണിക്കൂർ കണക്കിൽ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. കണ്ണ് തുറന്ന് അങ്ങനെ നിൽക്കുന്നുണ്ടാവും. മറ്റുള്ളവര് അവരുടെ മുന്നിൽ ചെല്ലുന്നുണ്ട്, അവരോട് ഓരോന്നും സംസാരിക്കേണ്ട, അവർക്കൊന്നും അറിയില്ല.
ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ നമുക്ക് ഹിപ്നോസിസ് ഉണ്ട്, ഇങ്ങനത്തെ മെത്തേഡ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ കറക്റ്റാ, അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ അത് രൂപത്തിൽ ചെയ്യാം. കണ്ണ് തുറന്നിട്ട് മെഡിറ്റേഷനിൽ കണ്ണടച്ചിട്ടുണ്ട്, ഇതുള്ളതാണ് കേട്ടോ. ഓക്കെ, അത് അതിന് ഉദാഹരണമാണ് ഈ ബ്രഹ്മകുമാരീസ്. ഓക്കെ ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഇനി ആരെങ്കിലും? കൃഷ്ണദാസിന് വല്ല ഡൗട്ട് ഉണ്ടോ? ശംനാഥ് വല്ല ഡൗട്ട്സ് ഉണ്ടോ? ക്യാപ്റ്റന് വല്ല ഡൗട്ട്സ് ഉണ്ടോ? അശ്വിനി, നീ മാത്രം ഡൗട്ട്സ് ഒന്നും ചോദിക്കുന്നില്ല. അശ്വിനി, മണി ടെക് മീഡിയ വിന്നറും ഒക്കെ പറയുന്നത് ഒരു ഫാമിലിയാണ് അശ്വിനി. അപ്പൊ നമ്മൾ ഇതിൽ വന്നാൽ ഒരു ഫാമിലിയായി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചോദിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നീട് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സും കൂടിയാണ്. ഓക്കെ സാറേ ഡൗട്ട്. അപ്പോ ചോദിച്ചോളൂ. സാർ, ഈ പ്രഗ്നന്റ് ആയ ലേഡീസ് ഇല്ലേ, അവര് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാവുന്നില്ലേ? കറക്റ്റ്. അത് നിങ്ങൾ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. ആരും ചോദിക്കുക. അതായത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ എന്ത് ചിന്തിക്കും? അതായത് സൈക്കോളജിയിൽ പറയുന്നുണ്ട്, ഗർഭിണിയായ ഒരു സ്ത്രീനോട് ഒരു സംഭവമാണ് പറയുന്നത്. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു യേശു ക്രിസ്തുവിനെ പ്രസവിക്കാം, അതല്ലെങ്കിൽ ഒരു മുഹമ്മദ് നബിനെ പ്രസവിക്കാം, അതല്ലെങ്കിൽ ഒരു ബുദ്ധനെ പ്രസവിക്കാം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതേ ക്യാരക്ടറോടുകൂടി അതേ സ്വഭാവ ഗുണത്തോടു കൂടിയിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാമെന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ സ്ത്രീയില് ആ ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഞാന് വളരെ ബാല്യകാലത്തിൽ ഞാൻ ഇപ്പൊ അടുത്തൊരു ന്യൂസ് കണ്ടു. ഇപ്പോ വിശുദ്ധ ഖുർആനൊക്കെ വളരെ ബാല്യത്തിൽ ഒരു കുട്ടി പൂർണ്ണമായിട്ട് ബൈഹാർട്ടായിട്ട് ചെയ്യുന്ന ഒരു സംഭവം ഏറ്റവും കുറഞ്ഞ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ചാനലിലേക്ക് അതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചപ്പോ എന്താ, ഈ കുട്ടിയുടെ മാതാവ് ഇങ്ങനെയായിരുന്നു, എപ്പോഴും ഒരു വിശ്വാസിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ അടുത്ത് എറണാകുളം ഞങ്ങളായിട്ട് ഒരു ഡിസ്കഷൻ നടന്നു. അപ്പോഴുണ്ടായ ഒരു അനുഭവം എൻ്റെ ഫ്രണ്ടിന്റെ വൈഫാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് ഗർഭിണിയായ ഒരു സ്ത്രീ, അപ്പൊ അവിടെ മദ്യപിച്ച് എത്തുന്ന ഭർത്താവുണ്ട്. ഈ ഭർത്താവ് എന്നും വന്ന ശേഷം ഉപദ്രവിക്കും. ആരെ ഉപദ്രവിക്കും? ഭാര്യനെ ഉപദ്രവിക്കും. അന്ന് ഈ സ്ത്രീ ഗർഭിണിയായിരുന്നു. അപ്പോ ഈ സമയത്ത് ഈ സ്ത്രീ പ്രസവിച്ചു. കുറച്ച് ബാല്യത്തുനിന്ന് ഒരു നമ്മൾ പറയില്ല 6 വയസ്സ് 5 വയസ്സൊക്കെ ആയ സമയത്ത് അച്ഛനെ കണ്ട എപ്പോഴും ചവിട്ടും, കാലുകൊണ്ട് എപ്പോഴും ചവിട്ടും. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ അറിയാൻ വേണ്ടി നോക്കിയപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞത്. രണ്ടാമത്തെ ഡോക്ടർ അജു ജോർജ്, ഇപ്പൊ എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്, ന്യൂറോ സൈക്കാട്രി ഇതിലെ ഡോക്ടർ അജു ജോർജ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാല്, അവരുടെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ത്രീയുടെ കുട്ടി എന്ത് സാധനം കിട്ടിയാലും, തിന്നാൻ എന്ത് സാധനം കൊടുത്താലും, നല്ല ഫ്രൂട്ട്സോ മിഠായിയോ ഒക്കെ കൊണ്ടുവന്നാലും ഈ കുട്ടി ബാത്റൂമിന്റെ ഉള്ളിൽ പോയിട്ടേ കഴിക്കുള്ളൂ. കറക്റ്റ് ശ്രദ്ധിക്കണം, ബാത്റൂമിന്റെ ഉള്ളിൽ പോയിട്ട് കഴിക്കുള്ളൂ. അപ്പൊ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ, ഈ സ്ത്രീക്ക് ഒരു അമ്മായിമ്മ ഉണ്ടായിരുന്നു. ഗർഭിണിയായ സമയത്ത് അമ്മായിമ്മ ഉണ്ടായിരുന്നു. ഈ സ്വന്തം ഭാര്യക്ക് പിന്നീട് ഇദ്ദേഹം സർക്കാർ ജോലിക്കാരനാണ്, ഒരു അധ്യാപകനായിരുന്നു. ബാഗില് ഫ്രൂട്ട്സ് ഒക്കെ മറച്ചു കൊണ്ടുവരും അമ്മ കാണാതെ. കാരണം അമ്മ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പറയും. ഈ സ്ത്രീക്ക് ഒരു ഇത് കൊടുക്കൂല, നമ്മൾ എന്താ പറയാ, സമാധാനം കൊടുക്കില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ഇദ്ദേഹം ഈ അധ്യാപകം ഒളിപ്പിച്ചിട്ട് ഇത് കൊണ്ടുവരും. ഈ സ്ത്രീ ആരും കാണാതെ ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിരുന്ന, മുന്തിരിയൊക്കെ കഴിച്ചിരുന്നത് ബാത്റൂമിൽ പോയിട്ടായിരുന്നു. ബാത്റൂമിന്റെ കഥ അടച്ചിട്ട് ബാത്റൂമിൽ നിന്നായിരുന്നു. ഈ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഈ കുഞ്ഞിന് എന്ത് കൊടുത്താലും ബാത്റൂമിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. ഷംനാഥ ഇതേപോലെ തന്നെ അതായത് ഒരു ഗർഭിണിയായ സ്ത്രീകളുടെ മാനസികാവസ്ഥ എന്താണോ അങ്ങനെ ആയിരിക്കും അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി. അതുകൊണ്ടാണ് ഈ വലിയ സൈക്കോളജിസ്റ്റ്മാരൊക്കെ പറയുന്നത്, ഗർഭിണികളായ സ്ത്രീകള് ഈ മൊബൈലില് വിഷ്വൽസ് കാണരുത്, TV കാണരുത്. TV-യിലെ ഓരോരോ അനുഭവങ്ങളും എന്ത് അനുഭവമാണ് അതില് ആക്ഷൻ ഉണ്ട്, നമ്മള് സെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, എല്ലാം അതുണ്ട്. ആക്ഷൻ, ഇമോഷണല്,
കരയുന്ന രംഗങ്ങള്, ഈ ഗർഭിണിയായ സ്ത്രീ ഇത് അനുഭവിക്കുന്നതോട് കൂടിയിട്ടും ഇതിനെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്, അതേപോലെ ഈ ഗർഭസ്ഥ ശിശു ഇതിനെ ഏറ്റെടുക്കുന്നുള്ളതാണ്. അത് കറക്റ്റാണ്. ഞാനൊക്കെ എന്റെ വൈഫിനോടൊക്കെ പറയും മൊബൈൽ ഫോണ് സർ ഞാൻ എന്റെ ഒരു സ്വന്തം അനുഭവം പറയട്ടെ. എന്റെ മോൾക്ക് ഇപ്പൊ 9 വയസ്സായി. ഞാൻ അത്യാവശ്യം നല്ല ഒരു ദൈവവിശ്വാസിയാണ്, നല്ല റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ, അതായത് നമ്മളൊരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് മുതൽ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ടായ മോളാണ്. അപ്പോ ആ ഒരു സമയം മുതല് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥനകളും ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഭയങ്കര കൊതിച്ച് ഞാൻ എന്റെ ഫുൾ ടൈം ഞാൻ ഒരു 9 months ഞാൻ എന്റെ വീട്ടിലായിരുന്നു, മലപ്പുറത്ത് എന്റെ വീട്ടിലായിരുന്നു. അപ്പോ ഭയങ്കര ഹാപ്പി. എന്റെ ലൈഫിലെ എന്റെ ഏറ്റവും നല്ല ടൈം എന്റെ പ്രഗ്നൻസി പീരീഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറയാം, അൽഹംദുലില്ലാ. എന്റെ മോൾക്ക് ഇന്നേ വരെ ഒരു ബുദ്ധിമുട്ടുള്ള അസുഖങ്ങളോ, ഇന്നേ വരെ കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ ജലദോഷം, പനി, കഫക്കെട്ട്, ഹോസ്പിറ്റലൈസ്ഡ് ആവും അവരൊരു 3-4 വയസ്സിനകത്ത് എപ്പോഴും അവർക്ക് അസുഖങ്ങളായിരിക്കും. പക്ഷെ ഇന്നേ വരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും അവൾക്ക് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും അവൾക്ക് നമ്മൾ അങ്ങനെ ഒരു എക്സ്ട്രാ ട്രെയിനിങ്ങോ എക്സ്ട്രാ ഒരു ഒറ്റ മോളാന്നും പറഞ്ഞ ഒരു എക്സ്ട്രാ കെയറോ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ അവളുടെ ആ ഒരു ഏജില് നല്ലൊരു മെച്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്ന നല്ല സ്നേഹമൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോഴും പറയാം, കുസൃതി കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അപ്പാർട്ട് ഫ്രം ദാറ്റ് അവള് ഭയങ്കര എന്റെ മോളായതുകൊണ്ട് ഞാൻ പറയല്ല, ഞാൻ ആ ഒരു പ്രഗ്നൻസി സമയത്ത് ഞാൻ ആ ശ്രദ്ധിച്ച ഓരോ കാര്യങ്ങള് ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ ഒരു 9 months ഞാൻ ഭയങ്കര അതിലോട്ടൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു സത്യം പറഞ്ഞാല്. ബേബിയുടെ സ്വഭാവത്തിന് ഇതാവും. എനിക്കന്ന് ലോ ഓഫ് അട്രാക്ഷനോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല, മെഡിറ്റേഷൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളും ആയിട്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ആ ഒരു റിസൾട്ട് എന്റെ മോളുടെ രൂപത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രഗ്നൻസിയിൽ നമ്മൾ ശരിക്കും അത് ഭയങ്കരമായിട്ട് ബേബിനെ അഫക്റ്റ് ചെയ്യും. അത് സത്യമാണ്, എന്റെ ഓൺ എക്സ്പീരിയൻസ് ആണത്. താങ്ക് യു. ഓക്കെ, ജാസ്മിൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഇത് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളെ വീട്ടില് നമ്മുടെ മക്കളെയൊക്കെ നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ 10 ഗുണം 10 ഗുണം എന്ന് പറയില്ലേ, അത് ഒന്ന് ജനറേഷൻ, സിറ്റുവേഷൻ, റോൾ മോഡൽ. ഈ 3 ഘടകങ്ങളാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത്. ജനറേഷനെ നമുക്ക് മാറ്റാൻ കഴിയില്ല, സിറ്റുവേഷനെ നമ്മൾക്ക് മാറ്റാം. റോൾ മോഡൽ എന്ന് പറഞ്ഞാല് റോൾ മോഡല് നമ്മൾ ഓരോരുത്തർ ആരെയാണ് റോൾ മോഡൽ ആക്കുന്നത് പറയാൻ പറ്റില്ല. കുട്ടികളെ അധികം മാതാപിതാക്കളെ ആയിരിക്കും ഇങ്ങനെയായിട്ട് വരുന്നത്. അപ്പൊ ഷംനാദ്, നമ്മുടെ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു കൊച്ചിനെ പ്രസവിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയും തീർച്ചയായിട്ടും. നമ്മൾക്ക് സമയം അതിര് കടന്നിട്ടുണ്ട്. അപ്പൊ അത് കാരണം നമ്മളെല്ലാവരും നേരത്തെ കിടക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ആയിരുന്നു. ഇനി നിങ്ങളുടെ സംശയങ്ങൾ കറക്റ്റ് ആൻസർ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾ പേഴ്സണൽ മെന്ററിങ് ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സുർഖാൻ സാറിനെ എന്നെ വോയിസ് അയച്ചിട്ടോ അതല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ എങ്ങനെയായാലും നിങ്ങൾക്ക് വാട്സപ്പിലൂടെയൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഞങ്ങൾ മറുപടി പറയും. ഇനി എന്നെ കൊണ്ട് കഴിയാത്തതാണെങ്കിൽ അറിയാത്തതാണെങ്കിൽ അത് റെഫർ ചെയ്തിട്ടെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറഞ്ഞു തരും. ഓക്കെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, നമ്മൾ വീണ്ടും പറയുന്നു, നമ്മൾ മണി ടെക് മീഡിയ വിന്നർ മാസ്റ്റർ സ്പോർട്സ് അക്കാദമിക്ക് നമ്മളൊരു ഫാമിലിയാണ്. നമ്മളെ അടുത്ത് വന്നിട്ടുള്ള എല്ലാവരും വീണ്ടും നമ്മൾ അത്രയും ഒരു ഫാമിലി ആയിട്ടാണ്. ഒരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ അപ്പുറം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഓക്കെ, നിങ്ങളെ എല്ലാവരും തുടർച്ചയായിട്ട് എപ്പോഴും നമ്മളുടെ കൂടെ യാത്ര ചെയ്യാം. അങ്ങനെ ഒരുമിച്ച് എല്ലാവരും ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയിട്ട് ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് വിജയത്തിൽ എത്തട്ടെ എന്ന് ആസ്വദിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, സർവ ആശീർവാദവും നേരുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you, sir. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. വെൽക്കം.